തെരഞ്ഞെടുപ്പ് ഉന്നമിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് കർഷകർക്ക് മിനിമം വരുമാനവും ആദായ നികുതി ഇളവും ഉൾപ്പെടെ ആകർഷകമായ പ്രഖ്യാപനങ്ങൾ നിറഞ്ഞതാണ് ബജറ്റ്. കർഷകരും തൊഴിലാളികളും നികുതിദായകരും അടക്കം നരേന്ദ്രമോദി സർക്കാരിനോട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് അകലം കൂടിയെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നവരെയെല്ലാം തിരികെ വിളിക്കാനുള്ള പരിശ്രമങ്ങൾ ഈ ബജറ്റിൽ ഉണ്ട്. അത് എങ്ങനെയാണ് പ്രയോഗതലത്തിൽ ഗുണപ്പെടുക സർക്കാരിന് എന്ന് പരിശോധിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ആദ്യം നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീമതി ഷമ മുഹമ്മദ്, കോൺഗ്രസ് വക്താവ്, ഒപ്പം ശ്രീ ബിനോയ് വിശ്വം CPIയിൽ നിന്ന്, ശ്രീമതി മേരി ജോർജ് സാമ്പത്തിക വിദഗ്ധ എന്നിവരാണ്. ഈ ചർച്ചയിലേക്ക് വരാം. വേഗത്തിൽ ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് ചർച്ചയിലേക്ക്. ആദ്യം ശ്രീമതി ഷമ മുഹമ്മദ്, ഇന്നത്തെ ബജറ്റ് നോക്കൂ. അതിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം അവരിൽ നിന്ന് അകന്നുപോയി എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന കർഷകരായാലും മധ്യവർഗ്ഗക്കാരായ ടാക്സ് പേയേഴ്സ് ആയാലും അല്ലെങ്കിൽ തൊഴിലാളികൾ, ഇപ്പോൾ അസംഘടിത തൊഴിലാളികൾക്കുള്ള പെൻഷൻ നമ്മൾ കണ്ടുവല്ലോ, അസംഘടിത തൊഴിലാളികളായാലും എല്ലാവരെയും അഡ്രസ്സ് ചെയ്യാനുള്ള സവിശേഷമായ ഒരു ശ്രമം ഇന്നത്തെ ബജറ്റിനകത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോയവരെയൊക്കെ തിരികെ കൊണ്ടുവരാൻ തക്ക ഇടപെടൽ എന്ന നിലയ്ക്ക് ഇതിനെ കാണാമല്ലോ. മൻമോഹൻ സിംഗ് പോലും പറയുന്നത് ഇത് ഇലക്ഷനിൽ പ്രതിഫലിക്കാൻ സാധ്യതയുള്ള ഒന്ന് എന്ന നിലക്കാണ്. അപ്പോൾ മോദിയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ എന്തൊക്കെയാണോ ആ മേഖലയൊക്കെ അദ്ദേഹം അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തിൽ ആശങ്കയുണ്ടോ? ഇനി ഇതില് ഞങ്ങൾ ഈ ബഡ്ജറ്റ് വിളിക്കാന്ന് പറഞ്ഞാൽ ജുംല ബഡ്ജറ്റ് എന്ന പല കാര്യങ്ങളും ഇതിലുണ്ട്. ഫസ്റ്റ് അവർ ഈ എത്ര സ്കീംസ് ഇതിൽ പറഞ്ഞതില് അതിന് അവർക്ക് എവിടുന്ന പൈസ, ഓൾറെഡി അവര് ഫിസിക്കൽ ഡെഫിസിറ്റ് ബ്രീച്ച് ചെയ്തിരിക്കുക. അപ്പം ഞാൻ എവിടുന്ന പൈസ കാണുന്നില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിന് അവര് പെൻഷൻ കൊടുക്കുന്നുണ്ട്. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് 10 കോടി അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ഉണ്ട്. പക്ഷെ ആ സ്കീമിന് അവർ 500 കോടിയാ കൊടുത്തിട്ടുള്ളൂ. അപ്പം അന്ന് നമുക്ക് മനസ്സിലാക്കുക ഒരു കാൽക്കുലേഷനും ഇല്ല, വെറുതെ അവിടെ ഇരുന്ന് സ്പീച്ച് കൊടുക്കല. അപ്പൊ അത് വേറൊന്ന്. രണ്ടാമത്തത് പറഞ്ഞാൽ അവര് പറഞ്ഞു 5 ലക്ഷം വരുമാനമുള്ള ആൾക്കാർക്ക് ടാക്സ് എക്സംഷൻ ഉണ്ട്. പക്ഷെ അത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം, അതൊരു അനൗൺസ്മെന്റാ. അത് ജൂലൈയിലെ ബഡ്ജറ്റിലാ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് ഇപ്രാവശ്യം അനൗൺസ് ചെയ്തു? അത് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അനൗൺസ് ചെയ്യാൻ പറ്റുമായിരുന്നു, മറ്റേ കഴിഞ്ഞ ബഡ്ജറ്റിൽ. എന്നേരം എന്തെങ്കിലും ഒരു എഫക്റ്റ് ആവുമായിരുന്നു മിഡിൽ ക്ലാസ്സിൽ. പക്ഷെ ഇപ്പൊ അനൗൺസ് ചെയ്ത കാര്യത്തിന് ഒരു കാര്യമില്ല. ബിക്കോസ് അത് അടുത്ത ബഡ്ജറ്റിൽ നമുക്ക് അത് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ജൂലൈയിൽ ആരാ പുതിയ ഗവൺമെന്റ് അവരാ പാസ് ചെയ്യുള്ളൂ. പിന്നെ അദ്ദേഹം പീയൂഷ് ഗോയൽ സ്റ്റാർട്ട് ചെയ്ത തന്നെ പറഞ്ഞു ഇൻഫ്ലേഷൻ ഇസ് എ ഹിഡൻ ടാക്സ്. ഞാനത് കേട്ടേരുന്നതിന് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഇൻഫ്ലേഷൻ ഹിഡൻ ടാക്സ് എങ്കിൽ എക്സൈസ് ഡ്യൂട്ടി എന്ത് ടാക്സ് ആണ്? എക്സൈസ് ഡ്യൂട്ടി ഇസ് എൻ ഓപ്പൺ ടാക്സ്. ഞങ്ങള് പെട്രോളിന്റെ ഇത് കൂടിയേരം 90,000 കഴിഞ്ഞ കൊല്ലം. അദ്ദേഹം അവരാരെങ്കിലും എക്സൈസ് ഡ്യൂട്ടി കുറച്ചോ? അവരെന്നേരം ഓയിൽ കമ്പനീസിനോട് അബ്സോർബ് ചെയ്യാൻ പറഞ്ഞത്. ആ പൈസ കുറക്കേണ്ടിട്ട് ഓയിൽ കമ്പനീസിനോട് അബ്സോർബ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഓയിൽ കമ്പനീസ് ലോസ് ആയി. അവർക്ക് ഈസിയായി എക്സൈസ് ഡ്യൂട്ടി ഒന്ന് കുറക്കാൻ പറ്റുമായിരുന്നു. നമ്മളുള്ള സമയത്ത് 50 ആയിരുന്നു ഡീസലിന്റെ ഇത്, 50, 54. ഇപ്പം 70 കൂടി ഇരിക്കുക ഡീസലിന്റെ. അപ്പം അതെല്ലാം മിഡിൽ ക്ലാസ്സിനെ എഫക്ട് ചെയ്യും. അവര് കർഷകർക്ക് 6,000 rupees പെർ ആനം കൊടുക്കുമെന്ന് പറയും. അപ്പൊ അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം 17 ഉറുപ്പ്യ കൊടുക്കുന്നത്. 5 ആൾക്കാർ ആ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് 3 ഉറുപ്പ്യ ഒരാൾക്ക് കിട്ടുന്നത്. അത് കർഷകർ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അതിൽ അവർ വേറൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ടില്ല. ഈ കർഷകർ ലാൻഡ് ഓണേഴ്സ് ഉള്ള കർഷകർ അധികം, അവർ പറയുന്ന കാര്യം. പക്ഷെ നമ്മൾക്ക് ഉള്ളത് കുറെ കർഷകർ ലാൻഡ് ഓണേഴ്സ് അല്ല, അവര് ലാൻഡ്ലെസ് കർഷകരാണ്. അപ്പോൾ 2 ഹെക്ടർ ഭൂമിയുള്ളവരെ കുറിച്ചാണ് അവരുടെ കണക്ക്. അതുള്ളവരല്ല, പാട്ടത്തിന് ഭൂമി എടുക്കുന്നവരും ഒക്കെ ഉണ്ട്. അതൊക്കെ സത്യമാണ്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ക്ഷമ, ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് എവിടെ നിന്ന് പണമെടുത്ത് ഈ പദ്ധതിയൊക്കെ നടപ്പിലാക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ എല്ലാവർക്കും മിനിമം വേതനം ഉറപ്പാക്കുമെന്ന് പറയുന്ന പദ്ധതിക്ക് അതിൽ കൂടുതൽ പണം വേണം. അത്ര ബൃഹത് പദ്ധതിയാണത്. ആ ചോദ്യം തിരിച്ചു നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ചോദിക്കാൻ കഴിയും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് നോക്കൂ, 6000 രൂപ അക്കൗണ്ടിൽ എത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്തിച്ചതിന് ശേഷമാണ് മോദി വരുന്നത് വോട്ട് ചോദിക്കാനെന്നത് അവർക്കൊരു അഡ്വാൻറ്റേജ് അല്ലേ? അവർക്കൊരു എഡ്ജ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് പരസ്പരം പറയാൻ കഴിയുന്ന ഒരേ കാര്യങ്ങളാണ്. എവിടെ നിന്ന് പണം? അത് നിങ്ങൾ പറയുന്നതിനും എവിടെ നിന്ന് പണം എന്നുള്ള ചോദ്യം തിരിച്ചും ചോദിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ 6000 രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ടാണ് മോദി വരുന്നത് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ മോദിക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടല്ലോ, ഇപ്പൊ 2.1% ആയല്ലോ. അതാ ഞാൻ ചോദിക്കുന്നത്. നമ്മൾ സർക്കാരിൽ വല്ല ഞങ്ങൾ വാഗ്ദാനങ്ങൾ ചെയ്ത സമയത്ത് ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വാഗ്ദാനങ്ങളും നമ്മൾ നിറവേറ്റിയിട്ടുണ്ട്. എന്താ ഞങ്ങൾ ചെയ്തത്? ഞങ്ങൾ മൻരേഗ തുടങ്ങിയിട്ടുണ്ട്, RTI ചെയ്തിട്ടുണ്ട്, പല വാഗ്ദാനങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് നിറവേറ്റിയിട്ടുണ്ട്. അവര് വാഗ്ദാനങ്ങൾ ചെയ്തിട്ട്
ഇതുവരെ നിറവേറ്റിട്ടില്ലാത്തൊരു സർക്കാരായത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ എന്തെല്ലാം വാഗ്ദാനങ്ങൾ അവര് മാനിഫെസ്റ്റോയിൽ ചെയ്തിട്ടുണ്ട് 2014. അതിൽ ഏതെങ്കിലും ഒരു വാഗ്ദാനം അവർ നിറവേറ്റിയിട്ടുണ്ടോ? പിന്നെ ഇപ്പോഴത്തെ ഈ വാഗ്ദാനം പിന്നെ എന്തുകൊണ്ട് അവർ നിറവേറ്റും? അതിൽ ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ഇതൊരു ജുംല ബഡ്ജറ്റാ, നമ്മൾ അത് മനസ്സിലാക്കണം. ഈ മിഡിൽ ക്ലാസ്സിന് അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യുന്ന ആ ഡിമോണിറ്റൈസ് നോട്ട് പിൻവലിക്കല് എല്ലാം മിഡിൽ ക്ലാസിന്റെ ഇൻഡസ്ട്രീസ് എല്ലാം തകർന്നിരിക്കുക. അതിന്റെ ശേഷം അവർക്ക് വേണ്ടി എന്താ ചെയ്തത്? കർഷകർ എത്ര കാലമായി നരേന്ദ്രമോദിന്റെ അടുത്ത് പോന്നു, അവിടെ ഡൽഹിയിലേക്ക് നമ്മളെ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അദ്ദേഹം എന്താ ചെയ്ത? MSP വരെ അദ്ദേഹം അതിന് ഒരു കാര്യവും ചെയ്തില്ല. കഴിഞ്ഞ കൊല്ലം ഈ ഹാർവെസ്റ്റ് ചെയ്യാന്നുള്ള ക്രോപ്പിന് മാത്രം അവിടെ ഇലക്ഷനുള്ള ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഇലക്ഷനുള്ള ആ ക്രോപ്പിന് മാത്രം അവർ MSP കുറച്ച് കൂട്ടിയിരിക്കുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, രാജസ്ഥാനില് 11 lakh ടണ്ണിന്റെ ഫുഡ് ഉണ്ട്, പക്ഷെ പ്രൊക്യൂർ ചെയ്യുന്നത് 4 lakh ടണ്ണുള്ളും. അപ്പൊ അതും വലിയ പ്രശ്നമായിട്ടുണ്ട്. പ്രൊക്യൂർമെന്റും അവരെ ഇതില് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നമായിട്ടുണ്ട്. പിന്നെ നിങ്ങളും ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കോസ്റ്റ് ഇപ്പം കൂടുതലായിട്ടുണ്ട് കർഷകരിൽ. എല്ലാത്തിനും GST ഉണ്ട്. ട്രാക്ടറിനുണ്ട് GST, ട്രാക്ടറിന്റെ ഒരു വീലിനുണ്ട് 18%, ട്രാക്ടറിന് 5%, പിന്നെ ഫെർട്ടിലൈസറിന് GST ഉണ്ട്. അപ്പം അവർ ഇൻപുട്ട് കോസ്റ്റ് കൂടിയിരിക്കുക, പക്ഷെ ഔട്ട്പുട്ട് കുറഞ്ഞിരിക്കുക. മഹാരാഷ്ട്രയില് ഡിസംബറിൽ ഒരു കിലോ ഉള്ളിക്ക് ₹1. കർഷകർ എന്താ ചെയ്യാന്? അതായത് കർഷകരുടെ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പദ്ധതി അല്ല എന്നതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും തരത്തിൽ അവർക്ക് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഗുണം ചെയ്യാൻ പോകുന്നില്ല എന്നാണ്. ശ്രീ ബിനോയ് വിശ്വം, നോക്കൂ, ഇവിടെ കഴിഞ്ഞ തവണയൊന്നും ഒരുപക്ഷെ ഇത്രത്തോളം ആളുകളെ, അതായത് കർഷകരെയും അസംഘടിത തൊഴിലാളികളെയും അല്ലെങ്കിൽ ഈ ടാക്സ് പേഴ്സിനെയൊന്നും ഇങ്ങനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള സമീപനം ബജറ്റുകളിൽ ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആ ഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം. പക്ഷേ ആ ആത്മവിശ്വാസം ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനില്ല. കാരണം ഈ മേഖലയിലൊക്കെ വലിയ അടിവേര് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ ഇന്നത്തെ ഈ ബജറ്റ് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവരുടെ ഊന്നൽ വളരെ വ്യക്തമാണ്. കാരണം അവിടെയൊക്കെ ഞങ്ങൾക്ക് നഷ്ടമുണ്ടാവാൻ പോകുന്നു എന്ന് അവർക്ക് യാഥാർത്ഥ്യബോധത്തോടെയുള്ള തിരിച്ചറിവുണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഈ കതിരിൽ കൊണ്ട് വളം വെക്കലാണെങ്കിൽ കൂടി അവിടെയൊക്കെ ഇപ്പോൾ 6000 രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന അസംഘടിത തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ 5 ലക്ഷം വരെയുള്ളവർക്ക് ഈ റിബേറ്റ് വർധന ഉണ്ടാകുന്നു. ഇതൊക്കെ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണല്ലോ. അത് ഈ ചുരുങ്ങിയ ഷോർട്ട് നോട്ടീസിലൊരു വലിയ തോതിൽ അവർക്ക് ഗുണം ചെയ്യും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ ആദായ നികുതിയുടെ കാര്യത്തിലടക്കം 10 കോടി പേരെ ഒപ്പം ചേർക്കാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഉത്തരം ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അവർ കതിരിൽ കൊണ്ടുപോയി വളം വയ്ക്കുകയാണ്. അങ്ങനെ വളം വയ്ക്കുന്ന ഒരു കർഷകരും അതുകൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. വീണ്ടും നിങ്ങൾ തന്നെ പറഞ്ഞു, പരാജയത്തിൻ്റെ ഭീതിയാണ് നരേന്ദ്രമോദിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന്. അതും ശരിയാണ്. പരാജയത്തിൻ്റെ പടിക്കൽ നിൽക്കുമ്പോൾ എല്ലാം കൈവിട്ടു പോകുന്നെന്ന് ബോധ്യം വന്നപ്പോൾ ഇന്നലെ വരെ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ കയറി എല്ലാത്തിനെയും ധിക്കാരപൂർവ്വം വെല്ലുവിളിക്കാൻ മാത്രം ശ്രമിച്ച ഒരു ഗവൺമെൻറ്റും ഒരു പാർട്ടിയും ഇപ്പോൾ തങ്ങളുടെ കയ്യിൽ നിന്നും കാര്യങ്ങളെല്ലാം വിട്ടുപോകുന്നുവെന്ന ഭയപ്പാടോടുകൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇന്ന് പീയൂഷ് ഗോയലിനെ കൊണ്ട് നരേന്ദ്രമോദി അവതരിപ്പിച്ചത് ഒരു ബജറ്റല്ല, അത് BJPയുടെ തെരഞ്ഞെടുപ്പിലെ മാനിഫെസ്റ്റോ ആണ്, പഠനപത്രികയാണ്. ഈ പഠനപത്രിക എന്താണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ വാചകങ്ങൾ മാറുമായിരിക്കും, അക്ഷരങ്ങൾ മാറ്റി പറയുമായിരിക്കും. ഈ ബജറ്റാണ് വാസ്തവത്തിൽ BJPയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ. ഇലക്ഷൻ മാനിഫെസ്റ്റോ BJP ആദ്യമായിട്ടല്ല ഇറക്കുന്നത്. 2014 BJPക്ക് മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു. ആ മാനിഫെസ്റ്റോയിലെ വാഗ്ദാനങ്ങൾ പലതും പിന്നീട് BJP ഓർത്തിട്ട് പോലുമില്ല. തിരഞ്ഞെടുപ്പ് കഴിയും വരെ BJPക്ക് മാനിഫെസ്റ്റോയും അതിലെ കാര്യങ്ങളും പ്രസംഗിക്കാൻ വേണം. അധികാരം കൈവന്നാൽ BJP അതിനെല്ലാം മറക്കും. നമ്മുടെ നാടൻ ഭാഷയിൽ പറയും, പാലം കിടക്കുവോളം നാരായണ, പാലം കഴിഞ്ഞാൽ പിന്നെ കൂരായണ. അതാണ് ഇന്ത്യ കണ്ടത്. 2014 അധികാരമേറ്റപ്പോൾ മോഡി പറഞ്ഞ ഏറ്റവും ഇമ്പമേറിയ, മാധുര്യമേറിയ, മനോഹരമായ വാഗ്ദാനം എന്തായിരുന്നു? അത് അച്ഛയ ദിൻ ആയേഗ എന്നായിരുന്നു. നല്ല ദിനങ്ങൾ വരുന്നുവെന്നാണ് പറഞ്ഞത്. 4.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ജനങ്ങൾ ചോദിക്കുന്നു, എവിടെ പോയി ആ നല്ല ദിനങ്ങൾ? ഇവിടെ ഉണ്ടായിട്ടുണ്ട് നല്ല ദിനങ്ങൾ, പക്ഷെ ആർക്കുണ്ടായി? നല്ല ദിനമുണ്ടായത് നാട്ടിലെ പാവങ്ങൾക്കല്ല, കൃഷിക്കാർക്കല്ലേ അല്ല, തൊഴിലാളിക്കല്ലേ അല്ല, പട്ടണക്കാർക്കല്ലേ അല്ല. അവർക്കാർക്കും ഈ പറയുന്ന മോഡി വാഗ്ദാനം ചെയ്ത
നല്ല ദിനം കിട്ടിയിട്ടില്ല. നല്ല ദിനമുണ്ടായത് ഇവിടുത്തെ വലിയ പണക്കാർക്കാണ്, കോർപ്പറേറ്റ് കൊള്ളക്കാർക്കാണ്. ഈ പ്രസംഗത്തിൽ പല പ്രാവശ്യം ധനകാര്യമന്ത്രിയെ കൊണ്ട് മോഡി പറയിപ്പിച്ചു കള്ളപ്പണത്തെ പിടിച്ചു കെട്ടിയ കഥകൾ. കള്ളപ്പണം ഇനി ഇല്ല എന്ന് പറയുന്ന ആ പൊള്ളയായ വാഗ്ദാനം വീണ്ടും ആവർത്തിക്കപ്പെട്ടിരുന്നു. ഡീമോണിറ്റൈസേഷൻ മുഖേന, നോട്ട് നിരോധനം മുഖേന കള്ളപ്പണത്തിൻ്റെ അന്ത്യം കുറിച്ചുവെന്ന് അവകാശപ്പെട്ട മോഡി സർക്കാരിൻ്റെ ആ പ്രഖ്യാപനം കേട്ട് അകലെ ഇരുന്നു കൊണ്ട് ചില ആളുകൾ ചിരിച്ചിട്ടുണ്ടാകും. ഒന്നാമത്തെ പെരുകാരൻ്റെ പേര് നീരവ് മോഡി എന്നായിരിക്കും. അയാളുടെ അമ്മാവൻ മെഹുൽ ചോക്സിയും ചിരിച്ച് കാണും, വിജയ് മല്യ ചിരിച്ച് കാണും, ലളിത് മോഡി ചിരിച്ച് കാണും. അവരൊക്കെ ഈ സർക്കാരിൻ്റെ കനിവോടുകൂടി കോടികൾ കൊള്ളയടിച്ചുകൊണ്ട് രാജ്യം വിട്ടുപോയവരാണ്. അതിലൊരു കേമൻ ഇന്ത്യയുടെ പാസ്പോർട്ട് തിരിച്ചേൽപ്പിച്ച് കഴിഞ്ഞു. അയാൾക്ക് ഇന്ത്യൻ പൗരത്വവും ഇന്ത്യയും ഒന്നും പ്രശ്നമല്ല. ലോകത്താരും അറിയാത്ത ഏതോ നാട്ടിൽ പോയി അവിടെ പണം കൊടുത്ത് പൗരത്വം സ്വീകരിച്ചുകൊണ്ട് അയാൾ ഇന്ത്യയോട് സലാം പറഞ്ഞു കഴിഞ്ഞു. അത്തരം കാട്ടുകള്ളന്മാരെ സംരക്ഷിച്ച ഗവൺമെൻറ്, കാട്ടുകള്ളന്മാരുടെ സൂക്ഷിപ്പുകാരായ ഗവൺമെൻറ് പറയുകയാണ് ഞങ്ങൾ കള്ളപ്പണത്തെ പിടിച്ചു കെട്ടിയത് എന്ന് പറഞ്ഞാൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ വിദൂരമായ ബന്ധം പോലും ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ, ഒരു പാർട്ടിയുടെ നയപ്രഖ്യാപനം നമ്മൾ കേൾക്കുകയായിരുന്നു ബജറ്റിൽ. അതാണ് അപ്പോൾ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത ഒരു സർക്കാരിൻ്റെ അവസാനത്തെ വാഗ്ദാനങ്ങൾ മാത്രം വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഇവിടുത്തെ ആളുകൾ എന്ന വാദമാണ് താങ്കൾ മുന്നോട്ട് വെക്കുന്നത്. ശ്രീമതി മേരി ജോർജ്, ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പോൾ കർഷകർക്ക് 6000 രൂപ കൊടുക്കും. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തുമാത്രം വലുതാണെന്ന് അവരുടെ സമരങ്ങൾ കണ്ട് മനസ്സിലാക്കിയവരാണ് ഈ നാട് നമ്മളെല്ലാവരും. പക്ഷെ അവർക്ക് ഒരാൾക്ക് 17 രൂപയാണ് ഒരു ദിവസം കിട്ടുക. ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് 3 രൂപയെ കിട്ടും. ഒരു നിലയ്ക്കും ഗുണപ്പെടാത്ത ഒന്നാണത്. പിന്നെ ഇവിടെ ഈ എന്താ പറയുക, അസംഘടിത തൊഴിലാളികൾക്ക് മാസം 100 രൂപ വീതം അടച്ചാൽ അവർക്ക് ഈ പെൻഷൻ കിട്ടുമെന്ന്, ഒരു മാസം 850 രൂപ പോലും സാമാന്യ നിലക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയാത്തവരാണ് ഉത്തരേന്ത്യയിലെ സാധാരണ അസംഘടിത തൊഴിലാളികൾ എന്നറിയാവുന്ന എന്ന കണക്ക് സർക്കാർ തന്നെ പറയുന്ന ഒരു മേഖലയിൽ നിന്നാണ് ഇത്രയധികം പണം പിരിച്ചെടുക്കാൻ കൂടി പോകുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ചെറുതായി തോന്നുമെങ്കിലും നോക്കൂ, കന്നുകാലികൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട് 750 കോടി. കാറ്റൽ സർവേ പറയുന്നത് 12 കോടി കന്നുകാലികൾ ഇവിടെ ഉണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കന്നുകാലിക്ക് ആകെ കിട്ടാൻ പോകുന്നത് 60 രൂപയോ മറ്റോ ആണ്. അപ്പോൾ ഇത് ബെനഫിഷ്യറീസ് എവിടെയും ഉണ്ടാവില്ല. സർക്കാർ ഇങ്ങനെ വലിയ ചില കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് BJP ക്യാമ്പുകൾ പ്രചരിപ്പിച്ച് നടക്കും, വലിയ വായിൽ വർത്തമാനം പറയുമെന്നല്ലാതെ ഈ പദ്ധതിക്കൊന്നും ശരിയായൊരു ഗുണഭോക്താവ് എവിടെയും ഉണ്ടാവാൻ പോകുന്നില്ല എന്നതായിരിക്കുമോ ഇതിൻ്റെ ദുരന്ത പര്യവസാനം? നിഷാദെ, കഴിഞ്ഞ 5 വർഷമായി നരേന്ദ്രമോദി ഗവൺമെൻറ് 5 ബജറ്റുകൾ അവതരിപ്പിച്ചു. ഈ 5 ബജറ്റുകളിലും ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. വാഗ്ദാനങ്ങൾ ഒരുപാടുണ്ടായിരുന്നെങ്കിലും അവയൊന്നും തന്നെ പൂർത്തീകരിക്കപ്പെട്ടില്ല. ശരിയാണ്, ചില വാഗ്ദാനങ്ങൾ 5 വർഷമോ 10 വർഷമോ, ഉദാഹരണത്തിന് സാഗർമാല പ്രോജക്റ്റ്, അങ്ങനെയുള്ള പദ്ധതികൾ 5, 10, 20 വർഷം കൊണ്ടാണ് പൂർത്തീകരിക്കപ്പെടുക. പക്ഷേ അതത് വർഷം പെടുത്തേണ്ടതായ പദ്ധതികൾ ഉണ്ടായിരുന്നു ധാരാളം. അത്തരം പദ്ധതികൾ പോലും പൂർത്തീകരിക്കാതെ അവയ്ക്ക് പോലും വേണ്ടത്ര വിഭവ വിന്യാസം നടത്താതെ മുൻപോട്ട് പോയ ഒരു ഗവൺമെൻറ്, നേരത്തെ നിഷാദ് തന്നെ പറഞ്ഞതുപോലെ തന്നെ കർഷക റാലികൾ കണ്ട് രാജസ്ഥാനിൽ തന്നെ കർഷക പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ടി ഉണ്ടായ വെടിവയ്പിൽ എത്രയോ പേർ മരിച്ചു. അതുപോലെ ഈ കർഷകരെല്ലാം തന്നെ അസംതൃപ്തരാണെന്ന്, അവിടെ പ്രശ്നങ്ങൾ പുകയുകയാണെന്ന്, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നരേന്ദ്രമോദിക്ക് ഇനിയുള്ള കാലം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഒക്കെ ഉത്തമ ബോധ്യമുണ്ടായതുകൊണ്ടാണ്. അത് ഒരു വശത്ത്. ഇനി വേറൊരു വശത്ത്, ഏതൊരു മേഖലയിലാണ് തൊഴിലിൻ്റെ കാര്യം നമ്മൾ കേട്ടു. കഴിഞ്ഞ 45 വർഷത്തേക്കാൾ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലും ആണ് തൊഴിൽ എത്തി നിൽക്കുന്നത്. അതായത് 14% തൊഴിലില്ലായ്മ നിരക്ക് ഇന്ത്യയുടെ. കേരളത്തിൻ്റെ കാര്യത്തിലായിരുന്നെങ്കിൽ പണ്ട് മുതലേ തൊഴിലില്ലായ്മ നിരക്ക് വളരെ ഉയർന്നതാണ്. പക്ഷേ ഇത് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്കാണ്. ഇതൊക്കെ ഭീതിതമായ ഒരന്തരീക്ഷമാണ് ഇന്ത്യയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അന്തരീക്ഷത്തിൽ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ വോട്ട് കിട്ടില്ല, ഭരണം നിലനിർത്താനാവില്ല എന്ന ഭയം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ പോലെയുള്ള അതായത് ഒരു ബജറ്റും കൊണ്ട് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വാഗ്ദാനങ്ങളുടെ പെരുമഴ ആണ് ഈ ബജറ്റ് കൊണ്ട് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.
അത് മാത്രവുമല്ല, നരേന്ദ്രമോദിക്ക് തന്നെ അറിയാം തീർച്ചയായിട്ടും താൻ അടുത്ത ഭരണത്തിൽ വരാൻ പോകുന്നില്ലെന്ന്. അങ്ങനെ വരാൻ പോകുന്നില്ലാത്ത ഒരു ഗവൺമെൻറ്റിനെ എന്തു വേണമെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാം. പുറത്തു നിന്ന് പറയാം, ഞങ്ങളെ ഭരണത്തിൽ കയറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഓരോന്ന് ചെയ്യുമായിരുന്നു എന്ന് വീമ്പിളക്കുകയും ആകാം. അപ്പോൾ അത്തരം ഒക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ടുവന്ന ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ തന്നെയാണ് ഇത്. അപ്പോൾ അത് മാത്രവുമല്ല, ഈ ബജറ്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3.4% എന്ന് പറയുന്നു. ആർക്ക് എന്ത് കൊടുത്തിട്ടാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇത്രയധികം വർദ്ധിച്ചത്, റവന്യൂ ഡെഫിസിറ്റ് എത്ര എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഈ ബജറ്റ് തന്നെ ഇപ്പോൾ പ്രസക്തമാണോ? യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത് ഒരു വോട്ട് ഓൺ അക്കൗണ്ട് കൊണ്ടുവന്ന് പാസ്സാക്കി വരുന്ന 2-3 മാസങ്ങളിലേക്കുള്ള ചെലവിന് ആവശ്യമായ പണം എടുക്കുക മാത്രമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം ഒരു പോപ്പുലിസ്റ്റ് ബജറ്റ് തന്നെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ഓർക്കുക, സാമ്പത്തിക സർവേ റിപ്പോർട്ട്, അതായത് ഒരു ഗവൺമെൻറ് സമ്പദ്ഘടനയിൽ എന്ത് സംഭവിക്കുന്നു, എന്താണ് ഈ കഴിഞ്ഞ ഒരു ധനവർഷം കൊണ്ട് ഇന്ത്യയിൽ സംഭവിച്ചത്, ഇത്തരം കാര്യങ്ങളെപ്പറ്റി വിവിധ മേഖലകളുടെ വളർച്ച തളർച്ചകൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. അത് ലോകസഭയിൽ വെച്ചില്ല എന്നത് തന്നെ വലിയൊരു പ്രമാദമാണ്, വലിയൊരു തെറ്റാണ്. ഇനി അതായത് നമ്മളെ ഈ ഇന്ത്യയിലെ 135 കോടി ജനങ്ങളെ ഇന്ത്യയെ പറ്റി അന്ധകാരത്തിൽ നിർത്തിക്കൊണ്ടാണ് നമ്മുടെ മുൻപിൽ വാഗ്ദാനങ്ങളുടെ പെരുമഴയായ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രധാന രേഖകൾ പലതും ഇപ്പോൾ പുറത്തു കിട്ടാറില്ല. മറ്റു പല ഏകാധിപത്യ രാജ്യങ്ങളിലേതുപോലെ എന്ന സ്ഥിതി ഇവിടെ ഉണ്ട്. അത് ഗൗരവതരമായ വിഷയമാണ്, അതിലേക്ക് വരാം. ശ്രീമതി മേരി ജോർജ്, നോക്കൂ, താങ്കൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഈ ബജറ്റ് അവതരണത്തിൽ സാധാരണ കണ്ടുവരാൻ സാധ്യതയുള്ള ഇപ്പോൾ നോട്ട് നിരോധനം, അല്ലെങ്കിൽ ഇപ്പോൾ സ്കിൽ ഇന്ത്യ, നൈപുണ്യ വികസനം, അല്ലെങ്കിൽ തൊഴിൽ സാഹചര്യം, ഇതുപോലെയുള്ള വാചകങ്ങൾ എവിടെയെങ്കിലും ഉപയോഗിച്ചവയെ ഊന്നി പറഞ്ഞതായോ ഒന്നും കാണാനില്ല. പരമാവധി ഒഴിവാക്കി പോകാൻ നോട്ട് നിരോധനത്തെക്കുറിച്ച് അക്ഷരം മിണ്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പരമാബദ്ധമായിരുന്നുവെന്നും ഇതൊക്കെ ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതേക്കുറിച്ച് മിണ്ടിയാൽ അത് വലിയ അബദ്ധമായി മാറും എന്ന് സർക്കാരിന് നല്ല നിലയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് നമ്മൾ കാണണം. തീർച്ചയായിട്ടും അതെ. അതുകൊണ്ടാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, സ്കിൽ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ ഇത്തരം മുദ്രാവാക്യങ്ങളൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതൊന്നും ഉപയോഗിക്കാതെ നഗ്നമായ ഭാഷയിൽ സഹായ വാഗ്ദാനങ്ങളുടെ ഒരു ശരവർഷവുമായിട്ടാണ് ഈ ബജറ്റ് നമ്മളുടെ മുൻപിൽ വരുന്നത്. അപ്പോൾ നമ്മളെ ഗവൺമെൻറ് ചെയ്ത വേറൊരു കാര്യമുണ്ട്. ഒരു ബജറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സാങ്ക്ടിറ്റി ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 112 വകുപ്പ് അനുസരിച്ചാണ് ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആ ബജറ്റ് ജനങ്ങളുടെ മുൻപിൽ വരുന്ന വർഷത്തിൽ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, എവിടെ നിന്നൊക്കെ വിഭവം സമാഹരിക്കുന്നു, അത് ഏതേത് മേഖലകളിലേക്ക് എന്തിനൊക്കെ വേണ്ടി ചെലവഴിക്കപ്പെടുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കാനാണ് ലോകസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ടില്ല, അതുപോലെ തന്നെ വളരെ വസ്തുനിഷ്ഠമായി കൃത്യമായി പഠിച്ച് തയ്യാറാക്കിയ ഒരു ബജറ്റുമില്ല. ഏതാനും പ്രഖ്യാപനങ്ങൾ മാത്രം പ്രഖ്യാപിച്ചിട്ട് ഇതാണ് ബജറ്റ് എന്ന് പറഞ്ഞ് കടന്നു പോകുന്നത് തന്നെ ബജറ്റിനെ മാത്രമല്ല പരിഹസിക്കുന്നത്, ഡെമോക്രസിയെ പോലും അതുകൊണ്ട് പരിഹസിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഇനി ഈ ബജറ്റിലെ തന്നെ ഒരു ചൊല്ല്, അതായത് ഇന്ത്യയുടെ സമ്പദ്ഘടന വളരെ വേഗത്തിൽ വളരുകയാണ്. അതുകൊണ്ട് നോക്കൂ, അമേരിക്കൻ GDP, ഒന്നാമത്തെ GDP ആയ അമേരിക്കൻ GDP, അത് കഴിഞ്ഞ 6ാം സ്ഥാനം ഇന്ത്യക്കുണ്ട്. അത് നരേന്ദ്രമോദി പോകുന്നിടത്തെല്ലാം പ്രസംഗിക്കുന്നതാണ്. 6ാം ലാർജസ്റ്റ് GDP ആണ് ഇന്ത്യയുടേതെന്ന്. എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എത്രയാണ് അമേരിക്കയുടെ GDP, എത്രയാണ് ഇന്ത്യയുടെ GDP? അതായത് അമേരിക്കൻ GDP ഇന്ത്യൻ GDPയുടെ 7.5 ഇരട്ടി വലുതാണ്. അമേരിക്കൻ GDP ഇന്ത്യൻ GDPയുടെ 7.5 ഇരട്ടി വലുത്. എന്നിട്ട് അമേരിക്കയുടെ പോപ്പുലേഷൻ എത്ര, ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്ര? 30 കോടിയോടടുത്താണ് അമേരിക്കൻ പോപ്പുലേഷൻ. ഇന്ത്യൻ പോപ്പുലേഷനോ 130-135 കോടി. ഇത് ആളോഹരി വരുമാനമായിട്ട് മാറ്റുമ്പോൾ എന്തായിരിക്കും ഇന്ത്യയുടെ
അതുകൊണ്ടാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് ഇന്ത്യ 130 സ്ഥാനത്ത് നിൽക്കുന്നു. ഈ കണക്കുകൾ പറയാതെ ഇന്ത്യൻ GDP ഇന്ത്യ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് അപ്പോൾ എന്താണ് ഇത്? അങ്ങനെ പറയുമ്പോൾ സാധാരണ ജനം വിചാരിക്കും, ഓ ഇന്ത്യ ഏതോ വലിയ ഉന്നത സ്ഥാനത്താണ് നിൽക്കുന്നത്. ഒരു GDPയെ പറ്റി പറയുമ്പോൾ അവിടുത്തെ ജനസംഖ്യ എത്രയാണെന്ന് പറയണം, ആളോഹരി വരുമാനം എത്രയാണെന്ന് പറയണം. ആളോഹരി അതായത് എത്ര പേർ ഒരു തെറ്റിദ്ധാരണ വളർത്താനുള്ള ആസൂത്രിതമായ ശ്രമമുണ്ടായതാണ്. ഷമാ മുഹമ്മദ്, ഞാൻ ആദ്യം വന്നതിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. ഇപ്പോൾ ഈ നിങ്ങൾക്ക് ഇത്തരം സർക്കാർ അവസാനം പ്രഖ്യാപിച്ച ചില പദ്ധതികൾ ഇപ്പോൾ മധ്യവർഗ്ഗക്കാരെ നല്ലതുപോലെ സന്തോഷിപ്പിക്കുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കർഷകരിൽ ഒരു വിഭാഗത്തിൽ ഒരുപക്ഷെ സർക്കാർ എന്തോ ചെയ്യാൻ പോകുന്നു എന്നൊരു ധ്വനി ഉണ്ടാക്കാനും അതുകൊണ്ട് കഴിയുമല്ലോ. ഇപ്പോൾ തെലങ്കാനയിലെ റായ്ത്ത ബന്ധു എന്ന പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം, TRSന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള നേട്ടം എന്താണ് എന്ന് നിങ്ങൾക്കറിയാത്തതുമായിരിക്കില്ല. അതുകൊണ്ട് ഇതൊരു പക്ഷേ മൻമോഹൻ സിംഗിനെ ട്വീറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് അത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ ബജറ്റിൽ വന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എതിർവാക്കുകൾ കൊണ്ട് മാത്രം തടയാൻ കഴിയുമോ, അതോ വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജി അതിനെ പൊളിക്കാൻ വേണ്ടേ? അല്ലാതെ നിങ്ങൾക്ക് സാധാരണ തന്ത്രങ്ങൾ കൊണ്ട് മാത്രം ഇതിനെ മറികടക്കാൻ കഴിയുമോ ഷമ? ഇതിന് ഞങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്കറിയാം ഇതൊരു വാഗ്ദാനം ചെയ്യുന്ന ഒരു സർക്കാരാ, പക്ഷെ പൂർത്തിയാക്കാത്ത ഒരു സർക്കാരാ. അതല്ലേ അവർക്ക് 5 കൊല്ലം ഉണ്ടായിരുന്നു, 4 കൊല്ലം, ഇത് 5ാമത്തെ കൊല്ല പൂർത്തിയാകുന്നത്. അവർക്ക് ഈ സമയം ഉണ്ടായിരുന്നു ഈ വാഗ്ദാനങ്ങളെല്ലാം, ഇങ്ങനത്തെ പല കാര്യങ്ങളും പദ്ധതികളെല്ലാം ഇതില് ബഡ്ജറ്റിലിടാൻ. അവരെന്തുകൊണ്ടാ ഈ ടാക്സ് എക്സംഷൻ 5 ലക്ഷം ഏൺ ചെയ്യുമ്പോൾ ടാക്സ് എക്സംഷൻ ഉണ്ട്, അത് അവർക്ക് കഴിഞ്ഞ കൊല്ലം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ കൊല്ലം അവർ ചെയ്താൽ അവർക്ക് അത് പാസ് ചെയ്യാൻ പറ്റൂല. അത് പിറ്റേത്തെ ബഡ്ജറ്റിൽ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പീയൂഷ് ഗോയൽ പറഞ്ഞു ഉജ്വല യോജനനെ പറ്റിയിട്ട് ഞങ്ങൾ 6 കോടി ഗ്യാസ് കണക്ഷൻ കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന് വേറൊരു കാര്യം അദ്ദേഹം പറയാത്തത് പറഞ്ഞാൽ ആദ്യത്തെ അവര് ഗ്യാസ് കണക്ഷൻ എടുത്തു, സബ്സിഡി ഉള്ളതുകൊണ്ട്. പക്ഷെ അതിന്റെ ശേഷമുള്ള ഗ്യാസ് കണക്ഷൻ എന്തായി? അത് ഇല്ല. അത് 2014 കുറവാ ഇപ്പം ഗ്യാസ് കണക്ഷൻ. അത് സെക്കൻഡ് ഗ്യാസ് കണക്ഷൻ സബ്സിഡി ഇല്ലാത്തതുകൊണ്ട് ഇപ്പം 900 rupees ആയതുകൊണ്ട് അവരാരും എടുക്കുന്നില്ല ഗ്യാസ് കണക്ഷൻ. വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞു ബാങ്ക്രപ്സി കോഡിനെ പറ്റിയിട്ട്. ബാങ്ക്രപ്സി കോഡ് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം പാസ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഈ ബാങ്ക്രപ്സി കോഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ 3 കൊല്ലമായി അവര് അവിടെ നിൽക്കുന്നു പാർലമെന്റിൽ പാസ് ചെയ്യാൻ. അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ മോദി ഗവൺമെന്റ് മെഹുൽ ചോക്സിയും നീരവ് മോദിയും ഇവിടുന്ന് എസ്കേപ്പ് ചെയ്ത് വിജയ് മാല്യത്തിനും എല്ലാത്തിനും എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെല്ലാം ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാങ്ക്രപ്സി കോഡ് കഴിഞ്ഞ കൊല്ലം പാസ് ചെയ്തത്. അവര് ഡയറക്റ്റ് ടാക്സ് കോഡ് ഇതുവരെ പാസ് ചെയ്തില്ല. അത് അവർക്ക് പാസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ജനങ്ങൾക്കറിയാം. ഇപ്പം ജനങ്ങൾ വേറൊരു കാര്യം കാണുന്നെന്ന് പറഞ്ഞാൽ ഡേറ്റ ഫഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മറ്റേ ഈ അവര് പറഞ്ഞിരിക്കുക EPFO ഡേറ്റയില് ജോബ് ഞങ്ങൾ ഇത്ര ജോബ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ EPFO ഡേറ്റയുടെ ഹെഡ് മിസ്റ്റർ ശ്രീവാസ്തവ് അദ്ദേഹം പറഞ്ഞിരിക്കുക ഈ EPFO ഡേറ്റ ജോബ് ക്രിയേഷൻ അല്ല, ജോബ് ഫോർമലൈസേഷൻ ആണ്. ഇവരെല്ലാം ഈ ജോലിക്കുള്ള ആൾക്കാരാ, പക്ഷെ അവരെ ജോബ് ഫോർമലൈസേഷൻ അത് അവര് ഓൾറെഡി ജോലിക്കുള്ള. അപ്പൊ അതൊരു സർക്കാർ തെറ്റായ കണക്കുകൾ പുറത്തുവിട്ട ആളുകളെ ആ കാര്യത്തിൽ വഴിതിരിച്ചു വിടുകയാണെന്നതാണ്. ഞാൻ വരാം ക്ഷമ. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിലേറ്റുന്നതിൽ മധ്യവർഗത്തിന് വളരെ പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്നു എന്നതിൽ തർക്കമില്ല. അവരകന്നു നിന്ന് സർക്കാർ ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. അവരെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ എത്രത്തോളം വിജയകരമായി മുന്നോട്ട് പോകുന്നതാണ്. കർഷകരുടെ കാര്യത്തിൽ അവർക്ക് 6000 രൂപ, അതുവഴി ദിവസം കിട്ടുന്ന 17 രൂപ കൊണ്ട് എന്തായാലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനേക്കാൾ ആഴത്തിലുള്ളതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ട് അവരെ ഒരുപക്ഷെ തൃപ്തരാക്കാൻ കഴിയില്ല. മധ്യവർഗം എത്രത്തോളം ഇനി ഒരു സുസ്മേരവതനായി മോദിയെ നോക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കതിലേക്ക് വരാം. ബിനോയ് വിശ്വം, ഇന്നിപ്പോൾ പീയൂഷ് ഗോയൽ പറയുന്നു 50% വർധന ഡാറ്റ ഉപയോഗത്തിൽ ഉണ്ടായിരിക്കുന്നു, ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗത്തിൽ ഉണ്ടായിരിക്കുന്നു രാജ്യത്ത്. ആ നിലയ്ക്കുള്ള വളർച്ച സാധ്യമായിട്ടുണ്ട്. ആ നിലയ്ക്ക് ആ ഡാറ്റ ഉപയോഗം വർധനയ്ക്ക് അനുഗുണമാവിധമുള്ള സാഹചര്യ സൃഷ്ടി ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് എന്നാണ്. സർക്കാരിന് മാത്രം നേട്ടമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ ഈ സർക്കാരുള്ള കാലത്ത് ആ വർധന ഉണ്ടായിരിക്കുന്നതാണ്. ആദായ നികുതിയുടെ കാര്യം എടുത്താൽ 5 ലക്ഷം വരെ ഉള്ളവർക്ക് ആശ്വസിക്കാൻ കഴിയുന്ന, അവരുടെ മുഖത്ത് ചിരി പടർത്തുന്ന ഒരു തീരുമാനമെടുക്കാൻ ഇന്നിപ്പോൾ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ആ നിലയ്ക്ക് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് 3 കോടിയോളം ആളുകൾ വരും. അവരുടെ കുടുംബബലാചത്താൽ 10 കോടിയാണ് ആകെ ടാർഗറ്റ്. മധ്യവർഗത്തെ വലിയ തോതിൽ പ്രതീക്ഷ നൽകുകയും അവരുടെ വലിയ പിന്തുണ ആർജിക്കുകയും അതിപ്പോൾ പാർട്ടിക്ക് പുറത്തേക്കും പോയി മധ്യവർഗത്തിലെ വികസന നായകൻ എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കി കൂടിയാണല്ലോ കഴിഞ്ഞ തവണ നരേന്ദ്രമോദി വളരെ ഈസിയായി അധികാരത്തിലേക്ക് വരുന്നത്. അവസാന ഘട്ടത്തിൽ ഒരുപക്ഷെ അവർ അകന്നു പോയിട്ടുണ്ടാവാം. അവരെ തിരികെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ തരത്തിൽ മിഡിൽ ക്ലാസ് ചിന്തയുള്ളവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒരുപക്ഷെ മോദിക്ക് കഴിയുമായിരിക്കുമല്ലോ. അങ്ങനെ കൂടി നിങ്ങൾ ആലോചിക്കണ്ടേ?
അല്ല, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയും കൂട്ടുകാരും ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ കാലിൻ്റെ അടിയിൽ നിന്നും മണ്ണ് ചോർന്നു പോകുന്ന കാര്യം നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് അധികാരത്തിൻ്റെ മേലുള്ള പിടിമുറുക്കം അയഞ്ഞു പോകാതിരിക്കാനായി ഉള്ളൊരു അവസാനത്തെ പിടച്ചിലാണത്. ആ പിടച്ചിൽ നല്ലവണ്ണം കാണാം, ഈ ബജറ്റിൽ മുഴുവൻ കാണാൻ കഴിയും. അത് സംശയം വേണ്ട. അത് പീയൂഷ് ഗോയലിനെ കൊണ്ട് നരേന്ദ്രമോദി ആ പണി ചെയ്യിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ജെറ്റ്ലിയേക്കാളും നല്ലവണ്ണം ആദ്യമായിട്ടാണെങ്കിൽ പോലും പീയൂഷ് ഗോയൽ അത് തൻ്റെ യജമാനനെ ഏൽപ്പിച്ച ആ ജോലി നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഇതൊരു വാക് സാമർഥ്യത്തിൻ്റെയോ വാക് പ്രവാഹത്തിൻ്റെയോ കാര്യമല്ലല്ലോ, ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണത്. ഒരു ബജറ്റിൻ്റെ അടിസ്ഥാനമായിട്ട് വർത്തിക്കേണ്ട എല്ലാ സാമ്പത്തിക പ്രമാണങ്ങളെയും തകടം മറിച്ച ഗവൺമെൻറ്റല്ലേ ഇത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാനം എന്താ ഈ ഭരണത്തിൻ്റെ കീഴിൽ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി പറഞ്ഞു പോരുന്നത് ബാങ്ക് ഓഫ് ദ ബാങ്ക്സ് എന്നാണ്. എല്ലാ ബാങ്കുകളുടെയും ബാങ്കായി റിസർവ് ബാങ്കിൻ്റെ അവസ്ഥ എന്താണ്? റിസർവ് ബാങ്കിൻ്റെ മേൽ ഈ ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച തെറ്റായ സാമ്പത്തിക തത്വങ്ങളുടെ പേരിൽ ഒന്നിനു പിറകെ ഒന്നായി റിസർവ് ബാങ്കിൻ്റെ ഗവർണർമാർ പലരും ഇറങ്ങിപ്പോകേണ്ടി വന്നു. ഇഖ്റാൻ രാജൻ പോയി, പിന്നെ ഉർജിത് പട്ടേൽ പോയി. അവരൊക്കെ പറഞ്ഞ കാര്യം എന്താ? അവരെല്ലാം പറഞ്ഞത് സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ബാങ്ക് ഉറപ്പാക്കേണ്ട ചില പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങളെ മാനിക്കാൻ റിസർവ് ബാങ്കിൻ്റെ നയങ്ങളെ സമ്മതിക്കുന്നില്ല ഗവൺമെൻറ്. അവർ കാണിച്ച സാമ്പത്തിക നിരുത്തരവാദിത്വം മൂലം പൊതുമേഖലാ ബാങ്കുകളുടെ മുഴുവൻ പണവും കൊണ്ടുപോയതാരാണ്? വലിയ കൊള്ളക്കാരാണ്. അവരുടെ കോർപ്പറേറ്റ് മച്ചുരന്മാർ തട്ടിക്കൊണ്ടുപോയ പണത്തിൻ്റെ പേരിൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും കുഴപ്പത്തിലാണ്. ആ കുഴപ്പം മൂടിവെക്കാൻ വേണ്ടി അവർ പറഞ്ഞത് എല്ലാ ബാങ്കുകളെയും നമുക്ക് ഒന്നിപ്പിക്കാമെന്നാണ്. ഓരോ ബാങ്കിലെയും കള്ളത്തരങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടി, സ്വന്തം വിശ്വാസ്യതയെ രക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇപ്പോൾ ബാങ്കുകളെ ലയിപ്പിക്കുന്ന ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ആ ലയനം കൊണ്ടൊന്നും ഇരുട്ടുകൊണ്ട് ഒട്ടകടയ്ക്കാൻ ആകാത്തതുപോലെ സാമ്പത്തിക രംഗത്ത് ഗവൺമെൻറ് കാണിച്ച കൊടും വഞ്ചന മറച്ചു വയ്ക്കപ്പെടാൻ പോകുന്നില്ലെന്ന കാര്യത്തിലും സംശയമാർക്കും വേണ്ട. എല്ലാവരും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഷമാ മുഹമ്മദ് ഒക്കെ തന്നെയും ആവർത്തിച്ച് ഞാൻ പറയട്ടെ, ബജറ്റിൻ്റെ രൂപീകരണത്തിൽ വലിയ പങ്കുകളൊന്നാണ് ഈ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിൻ്റെ പഠനങ്ങളും നിരീക്ഷണങ്ങളും. ഒരു പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇവിടെ നിൽക്കുന്നു, എന്താ തൊഴിൽ മേഖലയിലെ കാര്യം, എന്താണ് പൊതുവെയുള്ള അവസ്ഥ, ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടി ആയിരക്കണക്കായ ആളുകളുടെ അധ്വാനം ഉപയോഗപ്പെടുത്തിയിട്ടാണ്, എല്ലാ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളെ ശേഖരിച്ചിട്ടാണ്, ആ ഡാറ്റ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ NSSO പ്രവർത്തിക്കുന്നത്. അത് തയ്യാറാക്കി കൊടുത്ത റിപ്പോർട്ടുണ്ട്. ഡിസംബറിൽ അത് അംഗീകരിച്ചതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഏജൻസി ആയിട്ടുള്ള ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ. അത് പറഞ്ഞത് തൊഴിലില്ലായ്മയെ പറ്റിയാണ്. അപ്പോൾ NSSOയുടെ നിഗമനത്തിൽ കണ്ട കാര്യങ്ങൾ നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് അസൗകര്യമുണ്ടാക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തു? ആ റിപ്പോർട്ടിനെ ഗവൺമെൻറ് മൂടിവെക്കാൻ ശ്രമിച്ചു. അത് ശരിവെക്കാൻ ഉള്ള സ്വന്തം ദൗത്യം നിർവഹിച്ച, മാന്യമായി പ്രവർത്തിച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനെ അത് കൊന്നുകളഞ്ഞു. അതിൻ്റെ ആക്ടിംഗ് ചെയർമാനും ഒരു അംഗവും രാജിവെക്കേണ്ടി വന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക അച്ചടക്ക മാനദണ്ഡങ്ങളെയും മൂല്യങ്ങളെയും മാനിക്കാത്തൊരു ഗവൺമെൻറ്റാണ് മോഡി ഗവൺമെൻറ് എന്നാണ്. ആ ഗവൺമെൻറ് പെട്ടെന്ന് ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് അത്ഭുതം കാണിക്കുമെന്ന് പറഞ്ഞാൽ എന്ത് അത്ഭുതമാണ് കാണിക്കുന്നത്? തങ്ങൾക്ക് നടപ്പിലാക്കേണ്ടി വരില്ല എന്നുറപ്പുള്ള കാര്യങ്ങൾ, നടപ്പിലാക്കാനാകാത്ത കാര്യങ്ങൾ ഇലക്ഷനെ മാത്രം കണ്ടുകൊണ്ട് ചെയ്തിരിക്കുകയാണ് അവരിപ്പോൾ. 6000-ൻ്റെ വാഗ്ദാനം പറഞ്ഞല്ലോ, കൃഷിക്കാർക്ക് വേണ്ടിയുള്ള വാഗ്ദാനമാണ് 6000-ൻ്റെ വാഗ്ദാനം. അത് കൊടുക്കാമെന്ന് 3 ഗഡുവായിട്ടാണ്. 1-ാം ഗഡു അവർ പറയുന്നു ഏപ്രിലിൽ കൊടുക്കുമെന്ന്. എനിക്ക് സംശയമുണ്ട്, ഈ മാർച്ച് ആദ്യ വാരത്തിൽ എപ്പോഴെങ്കിലും ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവർ ആ ന്യായം പറഞ്ഞുകൊണ്ട് ഈ 1-ാം ഗഡു തന്നെ കൊടുക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. 6000 പങ്കിട്ടാൽ ലഭിക്കാൻ പോകുന്നത് ഇവിടെ പറഞ്ഞല്ലോ പ്രതിദിനം 17 രൂപ മാത്രമാണ്. ആ തുച്ഛമായ സംഖ്യ പോലും കൊടുക്കാൻ സന്നദ്ധമാകാതെ കൈകഴുകി പോകാനുള്ള പഴുതുകൂടെ കണ്ടെത്തിക്കൊണ്ടായിരിക്കും കൗശലങ്ങളുടെ കലവറ കാക്കുന്ന നരേന്ദ്രമോദി മിക്കവാറും ഇവിടെയും ഒരു ഗിമ്മിക്ക് തട്ടിപ്പ് കാണിക്കാൻ പോവുക എന്നാണ് ഞാൻ സംശയിക്കുന്നത്. മേരി ജോർജ്, ഈ കാര്യത്തിൽ ഇത് പൈസ കയ്യിൽ കിട്ടുക എന്ന് വന്നാൽ സർക്കാർ ആക്ട് ചെയ്ത് തുടങ്ങിയെന്ന് ഒരുപക്ഷെ ആളുകൾ ചിന്തിക്കുമല്ലോ, ഒരു വിഭാഗം ആളുകളെങ്കിലും, അതിൽ തർക്കമില്ല. പക്ഷെ പൈസ എങ്ങനെ കയ്യിൽ കിട്ടുമെന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ ഫാമേഴ്സിൻ്റെ കാര്യം എടുത്താൽ 2.5 ഹെക്ടറിൽ താഴെയുള്ളവർ, അതിൽ തന്നെ സ്വന്തമായി ഭൂമിയുള്ളവർ വേണം. നമ്മുടെ നാട്ടിൽ നല്ല വിഭാഗം ആളുകൾ പാട്ടത്തിനും മറ്റും ഭൂമി എടുത്ത് കൃഷി ചെയ്യുന്നവരാണ് രാജ്യത്ത്.
അങ്ങനെയുള്ളവരെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? പിന്നെ 2.5 ഹെക്ടർ പരിധിയിൽ ഭൂമിയുള്ളവരെ സംബന്ധിച്ച് സർക്കാരിൻ്റെ കയ്യിൽ കണക്ക് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് ഈ സംസ്ഥാനങ്ങൾ തയ്യാറാക്കണം. അത് ഈ ചുരുങ്ങിയ കാലത്തിനകത്ത് അത്തരം ആളുകളെ കണ്ടെത്തണം, അവരിലേക്ക് അങ്ങനെ പണം എത്തിക്കണം. അതൊരു വലിയ പ്രോസസ്സാണല്ലോ. അതിൻ്റെ ഒരു പ്രയോഗ സാധ്യത വളരെ വിദൂരമാണ്. ഒപ്പം തന്നെ ഭൂമി കയ്യിലില്ലാത്ത ആളുകൾക്ക് പിന്നെയും ദുരിതം തന്നെയാണ് ബാക്കി. അതുകൊണ്ട് ഇത് ഇപ്പോൾ 17 രൂപയാണെങ്കിൽ കൂടി തന്നെ മഹാഭൂരിപക്ഷം പേർക്കും കിട്ടാൻ പോകുന്നില്ല എന്നതാണോ ഇതിനകത്തെ ഒരു പ്രശ്നം? അപ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ആവാൻ സാധ്യതയില്ലാത്തൊരു സ്ട്രാറ്റജിയാണെന്ന്. നിഷാദെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കുവാൻ വേണ്ടി പറഞ്ഞതല്ല, അത് ഒക്കെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാഗ്ദാനങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ നിഷാദ് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ കർഷക തൊഴിലാളികളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. 2.5 ഏക്കറുള്ള കർഷകർ എത്രയുണ്ട് ഇന്ത്യയിൽ എന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലാണെങ്കിൽ 92% പേര് നാമമാത്ര കർഷകരാണ്. 2.5 ഏക്കർ ഒന്നും അവരുടെ ആരുടെയും കയ്യിലില്ല. അത് ഒരു കുഴപ്പമില്ല, 2.5 ഏക്കറോ അതിൽ താഴെ ഉള്ളവർക്കാണ് ലഭിക്കുക. പക്ഷെ കർഷക തൊഴിലാളികൾക്ക് ഭൂമിയില്ലല്ലോ. അതുപോലെ പട്ടയം ഇല്ലാത്ത ഭൂമി കയ്യിൽ വെച്ചിരിക്കുന്ന ധാരാളം പേരുണ്ട് ഇന്ത്യയിൽ. അതായത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാകാം അവർക്കാർക്കും പട്ടയം കിട്ടാത്തത്. അങ്ങനെയുള്ളവർക്ക് കിട്ടുകയില്ല. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയല്ല, വാഗ്ദാനത്തിന് വേണ്ടി വാഗ്ദാനം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നേരത്തെ അസംഘടിത മേഖലയിലെ പെൻഷനെ പറ്റി പറഞ്ഞു. ആരെ കബളിപ്പിക്കാനാണ് നിഷാദെ ഇങ്ങനെ ഒരു പ്രപ്പോസൽ? അതായത് നിങ്ങളിപ്പോൾ 100 രൂപ അടയ്ക്കുക, നിങ്ങൾക്ക് 60 വയസ്സാകുമ്പോൾ യുവാക്കളെ നിങ്ങൾ 100 രൂപ അടയ്ക്കുക, അല്ലെങ്കിൽ ഇത്രയും രൂപ അടയ്ക്കുക. 60 വയസ്സാകുമ്പോൾ ഒരു മാസം 3000 രൂപ വീതം പെൻഷൻ തരാം. ഈ 20 വയസ്സോ 25 വയസ്സോ 30 വയസ്സോ ഒക്കെയുള്ള യങ്സ്റ്റേഴ്സ്, യുവാക്കൾ, അവർ 60 വയസ്സ് കഴിഞ്ഞ് 3000 രൂപ പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണോ? അതൊന്നും സാധാരണ ആരും ചെയ്യുന്ന കാര്യങ്ങളല്ല. മറിച്ച് ഗവൺമെൻറ് തന്നെ ഒരു സ്കീം കൊണ്ടുവന്ന് അവരുടെ പേരിൽ ഒരു തുക അടയ്ക്കുക, അവരെ ഇൻഷുറൻസിൽ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗുണഭോക്താവായിട്ട് നിങ്ങൾ 60 വയസ്സ് മുതൽ നിങ്ങൾക്ക് 3000 കിട്ടുമെന്ന് പറഞ്ഞാൽ അസത്യമാണെങ്കിൽ പോലും കുറേ പേര് വിശ്വസിക്കും, അതിന് സാധ്യതയില്ലെങ്കിൽ പോലും. അപ്പോൾ ഇവിടെ അതായത് ഈ പ്രാക്ടിക്കലായിട്ട് നടപ്പാക്കാവുന്ന ഒരു തീരുമാനവുമല്ല പറഞ്ഞിരിക്കുന്നത്. പ്രാക്ടിക്കലായിട്ട് നടപ്പാക്കാവുന്ന ഒരൊറ്റ വാഗ്ദാനം എന്ന് പറയുന്നത് ഒരു പക്ഷേ രാജസ്ഥാനിൽ ഒരു എയിംസ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അത് ശ്രീ പീയൂഷ് ഗോയലാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ശ്രീ പീയൂഷ് ഗോയലിൻ്റെ നാടാണ്. അത് കാരണം കൊണ്ട് ഒരു പക്ഷേ മോദി ഗവൺമെൻറ് വീണ്ടും വരാതിരുന്നാൽ അതൊന്നും ഒരു കാരണവശാലും നടക്കാൻ പോകുന്ന കാര്യം അല്ല. വേറെ ഗവൺമെൻറ് വന്നാൽ നടക്കില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, നടക്കാം. പക്ഷേ ഈ ബജറ്റ്, ഇത് ബജറ്റാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദാനം പോലും പാലിക്കാൻ ആഗ്രഹിച്ച് നടത്തിയ വാഗ്ദാനങ്ങളല്ല. വോട്ട് വീഴുന്നെങ്കിൽ വീഴട്ടെ. പക്ഷേ എൻ്റെ വിശ്വാസം, എനിക്ക് നോർത്ത് ഇന്ത്യക്കാരെയും സൗത്ത് ഇന്ത്യക്കാരെയും പറ്റി നല്ല വിശ്വാസമുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ഒരു ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണെങ്കിൽ അവർ മിണ്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ അവസ്ഥയല്ല നോർത്ത് ഇന്ത്യയിൽ. ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന രീതിയിൽ ഗവൺമെൻറ്റിനെതിരെ സംസാരിച്ചാൽ ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ തല കാണില്ല. അത് കാരണം അവരൊന്നും മിണ്ടില്ല, അധികം വലിയ പ്രക്ഷോഭണങ്ങളൊന്നും നടത്താതിരിക്കും. പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ അവർ കാണിച്ചു കൊടുക്കും അവരെന്താണെന്ന്. അതാണ് നോർത്ത് ഇന്ത്യൻസിൻ്റെ സ്വഭാവം. നോർത്ത് ഇന്ത്യയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഈ സൂത്രം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള, പിന്നെ ഇനി സൗത്ത് ഇന്ത്യൻസിനെ പറ്റിയോ? ഇവിടെയാണെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുക ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ മാനിഫെസ്റ്റോ പോലെ എഴുതി ഉണ്ടാക്കി ശ്രീ ഗോയൽ വായിച്ച കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ മാത്രമായിരിക്കും. ഒരു പ്രാക്ടിക്കൽ സെൻസ് ഉള്ളവർ 5 വർഷം കൊണ്ട് ഒരു ഗവൺമെൻറ് ചെയ്യാൻ ശ്രമിക്കാത്ത കാര്യങ്ങൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നതിനിടയ്ക്ക് 1 മാസമാണ് ഇനിയുള്ളത്. ഇലക്ഷൻ ഡിക്ലയർ ചെയ്യാനായിട്ട് 1 മാസം മാത്രമുള്ളപ്പോഴാണ് ഈ കാണാവുന്ന വാഗ്ദാനങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും നടക്കുമെന്ന് അവർ വിശ്വസിക്കില്ല. നമുക്ക് ഗ്യാസിൻ്റെ ഒരു കാര്യം എടുത്തു നോക്കാം. 2 കോടി കണക്ഷൻ, 8 കോടി കണക്ഷൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി 2 കോടി കണക്ഷൻ കൂടി കൊടുക്കുമെന്ന് പറയുന്നു. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ എടുത്ത തീരുമാനം എന്തായിരുന്നു? നയപരമായ തീരുമാനം. സബ്സിഡികൾ കുറച്ചു കൊണ്ടുവന്ന് ഇല്ലാതെയാക്കും. അതായിരുന്നു ആദ്യ ഗവൺമെൻറ്റിൽ തന്നെ എടുത്ത
നയപരമായ സബ്സിഡിയെ പറ്റിയുള്ള തീരുമാനം. അങ്ങനെ സബ്സിഡി വെട്ടി കുറച്ച് നമുക്കറിയാം ഗ്യാസിനൊക്കെ സബ്സിഡി വളരെ വളരെ കുറവാണിപ്പോൾ. സബ്സിഡി ഇല്ലാതെ വില ഉയരുന്ന ഗ്യാസ് വാങ്ങാൻ കുടുംബങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ ഗ്യാസ് കണക്ഷൻ കൊടുത്തതുകൊണ്ട് എന്ത് പ്രയോജനം? ആരാണ്? അപ്പം ഈ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നു എന്ന തന്ത്രത്തിലൊന്നും ഇന്ത്യയിലെ കുടുംബങ്ങൾ വീഴുകയില്ല. കാരണം പ്രാക്ടിക്കലായിട്ട് അവർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല. പ്രയോജനരഹിതമായ വാഗ്ദാനങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രതിഫലിക്കാത്ത ഒരു വാഗ്ദാനത്തെയും ഇനി വിശ്വസിക്കാൻ ആളെ കിട്ടില്ല എന്നാണ്. ഞാൻ പറയാം, ഷമാ മുഹമ്മദ് നേരത്തെ പറഞ്ഞ ഈ സാലറിഡ് ക്ലാസ് ഉണ്ടല്ലോ, അവർക്ക് എന്തായാലും ഒരു ചിരി ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിയുമോ എന്ന കാര്യത്തിൽ തർക്കമില്ല. ചെറിയ ഒരു ഗ്രൂപ്പാണെങ്കിൽ തന്നെ ആ ഗ്രൂപ്പിനകത്തുണ്ടാക്കാൻ കഴിയുന്ന ഇമ്പാക്റ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ വലിയ ഗുണമുണ്ടാക്കിയേക്കുമല്ലോ. നിങ്ങൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യും അതിനെ? അതെന്തായാലും ഒരു പക്ഷേ നടക്കാൻ സാധ്യതയുള്ള ഒരു പരാമർശം, ഒരു ബജറ്റ് വാഗ്ദാനം കൂടിയാണല്ലോ. അല്ല, ഒന്ന് ഈ ടാക്സ് എക്സംഷൻ ഒരു ഇന്ററിം ബഡ്ജറ്റിൽ പാസ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഫുൾ ബഡ്ജറ്റിൽ ഞങ്ങൾ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ററിം ബഡ്ജറ്റ് ഇത് അവരെങ്ങനെ ഈ ടാക്സ് എക്സംഷൻ ചെയ്യാൻ പറ്റുക? അവർക്കത് പാസ് ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അത് അടുത്ത സർക്കാർ ആരാ ഇനി മെയിൽ സർക്കാരാണ് അവരത് ചെയ്യുന്നത്. അവർക്കിപ്പോ അത് പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം. ഇത് വാഗ്ദാനം, ഇത് വെറുതെ ഒരു എക്സസൈസ്, വെറുതെ ഇത് പറയുന്നത്. ഇത് ഒരു വാഗ്ദാനം നിറവേറ്റിക്കാൻ പറ്റാത്തൊരു വാഗ്ദാനം. ഇതൊരു ഇന്ററിം ബഡ്ജറ്റ്. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഇതുവരെ 6 ബഡ്ജറ്റ് ഒരു 5 ടേമുള്ള സർക്കാർ ചെയ്തിട്ടില്ല. ഇത് 6ാം ടേമോ ഒരു ഇന്ററിം ബഡ്ജറ്റാ. ഒരു ഫുൾ ബഡ്ജറ്റിലാണ് നിങ്ങൾ ടാക്സ് എക്സംഷൻ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം ഇന്ന് ആ ബഡ്ജറ്റിൽ അഡ്രസ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ജോലി. യുവാക്കളെ എങ്ങനെയാ അവർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഈ സർക്കാരിന്? കഴിഞ്ഞ കൊല്ലം CMI റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു 1 കോടി ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അത് CMI എന്ന് പറഞ്ഞ ഒന്ന് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. നമുക്കിപ്പോ ലേബർ ബ്യൂറോന്റെ ഒരു റിപ്പോർട്ടും ഇല്ല. ലാസ്റ്റ് റിപ്പോർട്ടുള്ള 2016 തൊട്ട് 17 വരെ. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ 14 ലക്ഷം ജോലി കൊടുത്തിരിക്കുകയാണ്, അതിലധികം ഇല്ല. പക്ഷെ അതിന്റെ ശേഷം ഒരു റിപ്പോർട്ടും ഇല്ല. ഇപ്പൊ നീതി ആയോഗാണ് ലേബർ മിനിസ്റ്റർ ആയിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ ഇപ്പൊ എന്താ പറ്റിയെന്ന്. ESSO റിപ്പോർട്ട് അവര് NSC നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് കമ്മീഷൻ പറഞ്ഞിരിക്കുക ഇവിടെ ജോലി നഷ്ടപ്പെട്ടിരിക്കൂ. 6% ആണ് അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യയില്. അപ്പൊ അത് അവര് റിലീസ് ചെയ്തിട്ടില്ല. എന്നിട്ട് നീതി ആയോഗ് പിന്നെ പറഞ്ഞ ആ ഡേറ്റ ഒരു ശരിയല്ലാത്തൊരു ഡേറ്റ. അവിടുന്ന് അവരെ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ റിസൈൻ ചെയ്തു. അപ്പം മിസ്റ്റർ മോഹനൻ. അപ്പം ഇതിൽ നമുക്ക് കാണാന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ഡേറ്റ അവർ പറയും, വേണ്ടാത്ത അവർക്ക് ഇഷ്ടപ്പെടാത്ത ഡേറ്റ അത് പിടിച്ചു വെക്കും. അപ്പം ഇത്ര അധികം GDP എല്ലാം ഉണ്ടെങ്കിൽ അവർ പറയുന്ന പോലെ എന്തുകൊണ്ടാ കഴിഞ്ഞ കൊല്ലം 90,000 crore ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈ നമ്മളെ രാജ്യത്തുനിന്ന് പുറത്തെടുത്തത്? അത് എന്തുകൊണ്ട്? ഞങ്ങൾ എക്സ്പോർട്സ് 2014 ഞങ്ങൾ വിടുമ്പം എക്സ്പോർട്ട് 310 ബില്യൺ ആയിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ കൊല്ലം 160 ബില്യൺ ആയിരുന്നു എക്സ്പോർട്ട്. ഞങ്ങൾ ഇമ്പോർട്ടാണ് എക്സ്പോർട്ടിന്റെ കാട്ടി അധികം. അപ്പൊ ഇതെല്ലാം ഒരു GDP ഫിഗറിൽ വരണ്ടല്ലേ? അതെങ്ങനെയാ? അപ്പം ഈ GDP എവിടുന്നാ ഈ ഡേറ്റ അവർക്ക് കിട്ടുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഗ്രൗണ്ട് റിപ്പോർട്ടിൽ കൺസ്ട്രക്ഷൻ അത് കുറഞ്ഞിരിക്കുക, ഞങ്ങളെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞിരിക്കുക, ക്രെഡിറ്റ് ഗ്രോത്ത് കുറഞ്ഞിരിക്കുക, ആരും ലോൺ എടുക്കുന്നില്ല, ലോൺ കൊടുക്കാനും പറ്റുന്നില്ല, NPA 10 ലക്ഷത്തിന്റെ അത്ര എത്തിയിരിക്കുക. അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന എവിടുന്ന GDP ഈ ജോബ്സ്, മറ്റേ യുവാക്കളുടെ ജോബ്സ്, അത് ഈ ബഡ്ജറ്റിൽ അദ്ദേഹം പീയൂഷ് ഗോയലും ഈ സർക്കാരും അഡ്രസ് ചെയ്യില്ല. അതാ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ്. പിന്നെ അവർ പറയാ ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞ ഒരു വേറെ സ്കീം ഇപ്പം തുടങ്ങിയിരിക്കുക. ഇതൊരു ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം പോലെ ആവും. ഈ ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമിൽ കഴിഞ്ഞ കൊല്ലം 300% ഇൻക്രീസ് ആയിരുന്നു പ്രീമിയത്തില്. പക്ഷെ അതില് കർഷകർ, ഈ ഇൻഷുറൻസ് എടുത്ത കർഷകർ വെറും 4% കൂടിയിട്ടുള്ളൂ. അപ്പൊ 4% കർഷകർ ഇൻഷുറൻസ് എടുക്കുന്നത്. പക്ഷെ ഇൻഷുറൻസ് കമ്പനിയിലെ പ്രീമിയം 300%-ലധികമായി. അപ്പൊ ഇൻഷുറൻസ് കമ്പനി അതിന് ബെനിഫിറ്റ് ചെയ്യുന്ന ആൾക്കാരില്ല. അപ്പം ഇതിലും അവരൊരു 5000 കോടി ഇട്ടിട്ടുള്ളൂ ഈ ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞ ഹെൽത്ത് സ്കീം. എന്നിട്ട് അതും ഒരു വലിയൊരു അനൗൺസ്മെന്റാ. നമ്മൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ വാഗ്ദാനങ്ങൾ ചെയ്യുന്നു, അതൊന്ന് നിറവേറ്റിക്കൂ. ഈ കർഷകർക്ക് അവർ പറഞ്ഞിരിക്കുക അവരെ മാനിഫെസ്റ്റോയിലുള്ള MSP is equal to cost plus 50%. അത് ഇതുവരെ ചെയ്തിട്ടില്ല അവര്. അപ്പൊ എങ്ങനെ ആരാ ഈ ബഡ്ജറ്റിനെ വിശ്വസിക്കാൻ പോകുന്നത്? ഏത് മിഡിൽ ക്ലാസ്സാ വിശ്വസിക്കാൻ പോകുന്നത്? അവരെ മിഡിൽ ക്ലാസ്സിന് അവരെന്താ വേണ്ടെന്ന് പറഞ്ഞാല് അവര് ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കുക, ഈ GST മറ്റേ പല കാര്യത്തിലും എന്തൊരു അധികമായിട്ട് 18%, 24% പല അത് അവർ കുറക്കണം. GST ഇവര് ഇപ്പം കൊണ്ടാന്ന് ഒരു സെറ്റ് ഇതിലാക്കണം. അപ്പം പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാല്
ഈ ഡയറക്റ്റ് ടാക്സിങ്ങിന് അവര് ഒരു കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ടാക്സ് കോഡ് എന്ന് പറയുന്നത് അത് കൊണ്ടുവരണം. അപ്പം അതെല്ലാം മാറ്റാണ്ട് അവർക്ക് ഒരു ഇതുമില്ല. പിന്നെ നിങ്ങൾ ഡീസലിന്റെയും എക്സൈസ് ഡ്യൂട്ടി, ഡീസലിനും പെട്രോളിന്റെ എക്സൈസ് ഡ്യൂട്ടി കുറക്കണം. അതാണ് ആൾക്കാരെ ഏറ്റവും അധികം എഫക്ട് ചെയ്യുന്നത്. പിന്നെ ഡിമോണിറ്റൈസേഷന്റെ നോട്ട് വിൽമിൽക്കിന്റെ ശേഷം കുറെ ഇൻഡസ്ട്രീസ് തകർന്നിരിക്കുക. മിഡിലും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തകർന്നിരിക്കുക. അതാ മിഡിൽ ക്ലാസിന്റെ സോൾ ഇത്. അപ്പം അവരെങ്ങനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും? ആ തകർന്ന ഇൻഡസ്ട്രീസിനെ എങ്ങനെ നിങ്ങൾ പൊക്കിക്കൊണ്ടുവരും? അതിന്റെ ഒന്നും അവർക്ക് ആൻസേഴ്സ് ഉണ്ടായിട്ടില്ല. വെറും ഇങ്ങനെ സ്കീംസ് അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബിനോയ് വിശ്വം, ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഈ കേരളത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ താങ്കൾ എങ്ങനെയാണ് ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്? നമുക്കെന്ത് കിട്ടി എന്ന നിലയിൽ ഈ പ്രളയ ദുരിതാശ്വാസത്തിന്റെ കാര്യത്തിലടക്കം സഹായത്തിന്റെ കാര്യത്തിലടക്കം സ്വീകരിക്കുന്ന സമീപനം ബജറ്റിലും തുടർന്ന് കാണുന്നുണ്ട് എന്ന വിമർശന സമീപനമാണോ അക്കാര്യത്തിലുള്ളത്? നമുക്കെന്താ കിട്ടിയത്? നമുക്കെന്താ ശരിക്കും കിട്ടിയത്? ബജറ്റിനകത്ത് നമുക്ക് കിട്ടേണ്ടതൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് പലതും തരാമെന്ന് പറഞ്ഞതൊന്നും അത് തന്നിട്ടുമില്ല. ഒരു ചെറുതായി തോന്നാവുന്ന കാര്യം ഞാൻ പറയാം. ഒരു നിഷ്ഠ സ്ഥാപനം ഉണ്ടായിരുന്നു. നിഷ് ഈ കുട്ടികളെ ബുദ്ധിവികാസത്തിൽ തടസ്സമുള്ള കുട്ടികളടക്കമുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള അംഗപരിമിതരുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ചിട്ടയാണത്. അതിന് സർവകലാശാല പദവി കൊടുക്കാവുന്നൊരു പഴയ വാഗ്ദാനം ഉണ്ടായിരുന്നു. അതിൽ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗവൺമെൻറ് അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അത് വേറെ എവിടെയോ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിവിടെ സ്ഥാപിക്കും എന്നെങ്കിലും സർക്കാർ പറയുമെന്ന് ഇവിടെ പലരും കരുതിയിരുന്നു. കേരളത്തിന് വേണ്ടത് ചെയ്യുമെന്ന്. അത് ചെയ്തിട്ടില്ല. ആകപ്പാടെ കേരളത്തിൻ്റെ കാര്യത്തെപ്പറ്റി ഇന്നലെ രാഷ്ട്രപതിയെ കൊണ്ട് പറയിപ്പിച്ചു കൊല്ലം ബൈപ്പാസിനെ പറ്റി. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും മോഡിയുടെയും എന്തോ വലിയ കാര്യം പോലെയാണ് പറഞ്ഞത്. അതിനുവേണ്ടി കേരള സർക്കാർ വഹിച്ച പങ്കിനെയെല്ലാം തമസ്കരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമായിരുന്നു അത്. കേരളത്തിനോട് കാണിക്കുന്ന അവഗണന ആവർത്തിച്ചിരിക്കുകയാണ്. പ്രളയത്തിൻ്റെ കെടുതിയിൽ മുങ്ങിത്താണ് പോയ കേരളത്തിനെ സഹായിക്കേണ്ട കാര്യത്തിൽ വീഴ്ച വരുത്തിയ ഗവൺമെൻറ്റാണത്. സ്വമേധയെ സഹായിച്ചില്ല എന്നത് പോകട്ടെ, സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള സഹായ വാഗ്ദാനം ചെയ്ത രാജ്യങ്ങളെ വിലക്കിയത് പോലും മോഡി ഗവൺമെൻറ്റാണ്. അന്ധമായ രാഷ്ട്രീയ കാരണത്താൽ കേരളത്തോട് എന്നും വൈരാഗ്യം പുലർത്തിയ മോഡി സർക്കാർ ഈ ബജറ്റിൽ തുറന്നിരിക്കുകയാണ്. അതേ വൈരാഗ്യം തന്നെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി വ്യവസായ രംഗത്തോ കാർഷിക രംഗത്തോ വിദ്യാഭ്യാസ രംഗത്തോ ഒക്കെ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ടൂറിസം മേഖലയിൽ ചെയ്യാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ആരോഗ്യരംഗത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും. പണ്ട് പറഞ്ഞു കേട്ട ഒരുപാട് വാഗ്ദാനമുണ്ട്. IIT വരുമെന്ന് പറഞ്ഞു, വേറെ പലതും വരുമെന്ന് പറഞ്ഞു, ലോക നിലവാരമുള്ള ഗവേഷണ സ്ഥാപനം വരുമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ ഗവൺമെൻറ് എല്ലായിടത്തും കാണിച്ച പോലെ തന്നെ ഈ ബജറ്റിലും കേരളത്തോട് കാണിച്ചത് അവഗണന തന്നെയാണ്. ഈ സർക്കാർ ആരെയും സഹായിക്കാൻ ശ്രമിച്ച ഗവൺമെൻറ് അല്ല. സ്വയം രക്ഷപ്പെടുവാൻ വേണ്ടി വൈക്കോൽ തുരുമ്പനായി അലയുന്ന ഗവൺമെൻറ് ഈ ബജറ്റിന് സ്വയം കണ്ടത് ഒരു വൈക്കോൽ തുരുമ്പായിട്ടാണ്. അല്ല ബിനോയ് വിശ്വം, അപ്പോൾ കേരളത്തിലൊരു ഇലക്ഷൻ ഫോക്കസ് അവർക്കില്ല എന്ന് കൂടിയാണോ താങ്കൾ അങ്ങനെ വിചാരിക്കുന്നത്? അതോ ഈ ബജറ്റിനകത്തുള്ള പല കാര്യങ്ങളും കേരളത്തിൽ നല്ല നിലയിൽ പ്രവർത്തനം നടത്തുമെന്ന് അവർ വിചാരിക്കുന്നതാണോ? കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി BJPക്ക് വലിയ മോഹമുണ്ട്. ആ മോഹം മറച്ചു വയ്ക്കുന്നില്ല. അതിനുവേണ്ടി നിക്ഷേപിച്ചതാണ് ശബരിമലയിലെ പ്രശ്നമെന്ന് എല്ലാവർക്കും അറിയാം. അത് BJP തന്നെ പറഞ്ഞ കാര്യമാണ്. നോർത്ത് ഇന്ത്യയിൽ ഞങ്ങളുടെ നിക്ഷേപം ശ്രീരാമനാണ്, സൗത്ത് ഇന്ത്യയിൽ ഞങ്ങളുടെ നിക്ഷേപം അയ്യപ്പനാണെന്ന് പറഞ്ഞവരാണ്. അയ്യപ്പനെക്കാട്ടി വടക്കേ ഇന്ത്യയിലും ശ്രീരാമനെക്കാട്ടി വടക്കേ ഇന്ത്യയിലും അയ്യപ്പനെക്കാട്ടി ദക്ഷിണേന്ത്യയിലും വോട്ട് പിടിക്കുമെന്ന് പരസ്യമായി പറഞ്ഞ BJPക്ക് അതിനപ്പുറത്തെന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇവിടെ? ചർച്ചയിലേക്ക് വീണ്ടും ബിനോയ് വിശ്വം, നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത് കേരളത്തിലെ വോട്ടർമാരെ ലക്ഷ്യമിട്ട് എന്ത് നിക്ഷേപം BJP നടത്തിയെന്നാണ്. നമുക്കിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആദായ നികുതിയിലേക്ക് തന്നെ വരാം. തിരുവനന്തപുരം ആയിരിക്കുമല്ലോ ഒരു പക്ഷേ മോസ്റ്റ് പ്രോബ്ലി അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, അവർക്ക് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം. കഴിഞ്ഞ തവണ വലിയ വ്യത്യാസത്തിലല്ല രാജഗോപാൽ അവിടെ തോറ്റതെന്നറിയാം. അവർക്ക് കോർപ്പറേഷനിൽ അവരുടെ പങ്കാളിത്തം നമുക്കറിയാം. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ശബരിമലയൊക്കെ ഒരു ഗുണമാകുമെന്ന് അവർ വിചാരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം. അവിടെയാണെങ്കിൽ ഈ സാലറീഡ് ക്ലാസ് തീരെ ചെറുതല്ലാത്തൊരു വിഭാഗമുണ്ട് നമുക്കറിയാം. ഒരു ഭരണസിരാ കേന്ദ്രം കൂടിയാണല്ലോ. അപ്പോൾ ഈ ആദായ നികുതിക്കകത്ത് വന്നിട്ടുള്ള ഈ മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ തിരുവനന്തപുരം പോലുള്ള അവരുടെ ഒരു ടാർഗറ്റ് ഏരിയയിൽ വളരെ ഗുണപരമായി പ്രവർത്തിക്കുമെന്ന് അവർക്ക് വേണമെങ്കിൽ വിചാരിച്ചുകൂടെ? വിചാരിക്കാം. അവർക്ക്
വിചാരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ബി ജെ പിക്കുണ്ട്. നഗർപ്പടിക്കാരൻ പണ്ട് വിചാരിച്ച പോലെ ബി ജെ പിക്ക് വിചാരിക്കാം. പക്ഷേ ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ ഇവിടെ. ഈ പറയുന്ന ശമ്പളം വാങ്ങി ജീവിക്കുന്ന ഇടത്തരക്കാർ ചോദിക്കും, സംവരണ കാര്യം വന്നപ്പോൾ തത്വരഹിതമായി സംവരണത്തിൻ്റെ മൗലിക പ്രമാണങ്ങളെ മാറ്റിക്കുറിച്ചിട്ട് സാമൂഹികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി കൂടി സംവരണത്തിന് വേണ്ടി അവർ രംഗത്ത് വന്നപ്പോൾ ബി ജെ പിക്കാർ പറഞ്ഞു 8 ലക്ഷം വരെയുള്ളവർക്ക് സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞു. അന്ന് പാവങ്ങളെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കണ്ടെത്തിയത് മുന്നോക്കത്തിലെ പിന്നോക്കം എന്ന് നിർവചിക്കാൻ വേണ്ടി കണ്ടെത്തിയ ലിമിറ്റായിരുന്നു 8 ലക്ഷം. ഇപ്പം പറയുന്നു 5 ലക്ഷം വരെ നീതിയുള്ളവളെന്ന് പറയുന്നു. അപ്പോൾ ഈ വിഭാഗം ചോദിക്കും ബാക്കിയുള്ള 3 lakhs എന്ത് പറ്റിയെന്ന്. 8 ലക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ട് സംവരണത്തിൽ ഒരു കള്ളക്കളി കാണിച്ച ബി ജെ പി ഗവൺമെൻറ് ഇതും കള്ളക്കളിയായിരിക്കാമെങ്കിൽ പോലും എന്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ആ കാര്യം മറന്നുപോയെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ബി ജെ പി കുറച്ച് പാടുപെടും. അവരെയും കളിപ്പിക്കുക, ഇവരെയും കളിപ്പിക്കുക, എല്ലാവരെയും കളിപ്പിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രത്തിൻ്റെ സർക്കസ് വിദ്യയുടെ എല്ലാ വെള്ളവും കുടിക്കും ബി ജെ പി കാര്യത്തിൽ. ഓരോരുത്തർക്കും വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു. പഴയ കഥാപാത്രത്തെ പോലെയാണത്. ഓരോ ഭാഗത്ത് ചെയ്തിട്ട് അവർക്ക് കാണേണ്ട ഫോട്ടോ കാണിച്ചു കൊടുക്കും. അടുത്ത വിട്ടു പോയാൽ അവിടെ വേറെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഫോട്ടോ മാറി കാണിച്ച് എല്ലാവരെയും കബളിപ്പിക്കൽ തന്ത്രത്തിൻ്റെ ശിക്ഷ ബി ജെ പി അനുഭവിക്കുമെന്നാണ്. ശ്രീമതി മേരി ജോർജ്, ഇവിടെ ഇപ്പോൾ ഈ ബജറ്റിനെ കുറിച്ച് അവരുടെ തന്നെ ഒരു വിവക്ഷ, ഇത് 2030 ഇന്ത്യയുടെ പുരോഗതി നേടിയ ഒരു ഇന്ത്യയെ സ്വപ്നം കാണുന്ന ബജറ്റ് എന്ന നിലയ്ക്കാണ്. ഇപ്പോൾ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഡിജിറ്റൽ സമ്പദ്ഘടന പൂർത്തിയാക്കൽ, അല്ലെങ്കിൽ മലിനീകരണമില്ലാത്ത രാജ്യം, ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, നദികൾ ശുദ്ധീകരിച്ച് സുരക്ഷിതമായ കുടിവെള്ളവും ജലസ്രോതസ്സും ഉറപ്പാക്കൽ, തീരദേശ വികസന പരിപാലനം പോലെയുള്ള പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഊന്നിക്കൊണ്ടാണ് 2030 ഒരു പുരോഗതി കൈവരിച്ച ഇന്ത്യയെ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഈ ബജറ്റ് നടന്നു നീങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കത് എങ്ങനെ നടപ്പിലാകും, അതിന് വേണ്ടുന്ന പണം അല്ലെങ്കിൽ ഇതിന് മുൻപ് വാഗ്ദാനം പാലിക്കാത്തവർ എന്ന ചരിത്രത്തിലെ പ്രശ്നം, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് വിമർശിക്കാമെങ്കിലും ഇത് അവർക്ക് തെരഞ്ഞെടുപ്പിൽ നല്ല നിലയ്ക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു മെച്ചപ്പെട്ട ഡ്രാഫ്റ്റാണ് ഈ ബജറ്റ് എന്ന് കാണുന്നുണ്ടോ താങ്കൾ? തീർച്ചയായിട്ടും കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പറഞ്ഞ, അതായത് ബി ജെ പി നേതാക്കൾ ചാനലുകളിൽ വന്ന് പറയുന്ന കള്ളം, ആ പറയുന്ന കള്ളം പോലും അവർക്ക് ആ പറയുന്ന കള്ളം ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ കള്ളവും ജനങ്ങൾ വിശ്വസിക്കും. എനിക്ക് തോന്നുന്നില്ല ജനങ്ങൾ അവരൊക്കെ പറയുന്ന, അവർ പഠിച്ചു വന്നാണ് കള്ളം പറയുന്നത്, ആ കള്ളം ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഈ കള്ളവും അതിനേക്കാൾ വലിയ പെരുങ്കള്ളമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഈ ബജറ്റിൽ കാണാത്ത ഒരു കാര്യം ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. അതായത് ഒരു ഫിഷറീസ് വകുപ്പ് 2014 മുതൽ ഇവിടുത്തെ ഫിഷർമെൻ ഫോക്ക്, അതുപോലെ തന്നെ അവരുടെ നേതാക്കന്മാരും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. കേന്ദ്രത്തിൽ അത് ശൈലേഷ് നായക് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം, ആ കമ്മിറ്റിയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കോസ്റ്റൽ റെഗുലേഷൻ സോൺ ആക്ട് വന്നിരിക്കുന്നത്. അത് അതായത് കോസ്റ്റൽ കമ്മ്യൂണിറ്റിയെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്ന നമ്മുടെ ബ്ലൂ ഇക്കോണമി, അതായത് ഫിഷറിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പോർട്ട്, ഇമ്പോർട്ട്, വാല്യൂ അഡീഷൻ, ഇത്തരം കാര്യങ്ങളെല്ലാം കടന്നു വരുന്ന ഒന്നാണ് ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്നത്. ബ്ലൂ ഇക്കോണമി ഇപ്പോൾ ലോകത്തെല്ലാം വളരെ പ്രധാനമായി വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഫിഷർമെൻ ഫോക്ക് ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു ഒരു ഫിഷറീസ് വകുപ്പ്. അത് ഈ ബജറ്റിൽ ഒരു ഫിഷറീസ് വകുപ്പ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യമാവുകയാണെങ്കിൽ അതൊരു നല്ല വാഗ്ദാനമാണ്. കാരണം നമ്മുടെ 7000 ചില്ലുവാനം കിലോമീറ്റർ വരുന്ന കോസ്റ്റൽ ഏരിയ, അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനം, അവരെ ഇന്ത്യയുടെ GDP-യോട് കൂട്ടിച്ചേർക്കുന്നത് അതായത് 65,000 മുതൽ 75,000 കോടി വരെയാണ് ഒരു വർഷം GDP-യോട് കൂട്ടിച്ചേർക്കുന്നത്. അതൊക്കെ നടപ്പിലാകുന്നതിൽ സന്തോഷമുള്ള കാര്യമാണ്. ഷമ, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുന്നത്, ഷമ മുഹമ്മദ്, നിങ്ങൾക്കിപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യാൻ പുതിയ ചില വാഗ്ദാനങ്ങൾ കൂടി, ഒരു അപ്രതീക്ഷിതവും ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ സാധ്യമാകുമോ എന്ന് സംശയമുള്ളതുമായ ചില വാഗ്ദാനങ്ങൾ കൂടി നടത്തേണ്ടി വരും നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ എന്ന അടിയന്തരാവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അല്ല, നമ്മള് ഇപ്പൊ നടന്ന മിനിമം ഇൻകം ഗ്യാരണ്ടി സ്കീം നോക്കിയിട്ടാണ് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത്. ഞങ്ങളെല്ലാം അത് കൊണ്ടാണ്, അവർ ഇത്ര 5 കൊല്ലം ഉണ്ടായിരുന്നു, അവര് അതിനെപ്പറ്റി സംസാരിച്ചോ? മിനിമം ഇൻകം ഗ്യാരണ്ടി
ഞങ്ങൾ പറഞ്ഞതിന്റെ ശേഷം അവരിത് വന്നത്. അപ്പൊ ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി ഏത് സർക്കാരാണ് വാഗ്ദാനം ചെയ്തിട്ട് പൂർത്തിയാക്കുന്നത്. ഞങ്ങൾ 3 ഇപ്പോൾ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശും രാജസ്ഥാനും ജയിച്ചിട്ട് 48 മണിക്കൂറിന്റെ ഉള്ളിലാണ് ലോൺ ഈ കർഷകരെ ലോൺ വേവർ ചെയ്ത് അവരെ കടം നമ്മൾ മാപ്പാക്കിയത്. 48 മണിക്കൂർ. അപ്പം വാഗ്ദാനം ചെയ്താൽ വാഗ്ദാനം നിറവേറ്റിക്കണം. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഇത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കർഷകരുടെ പ്രശ്നമൊക്കെ അഡ്രസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പരിപാടികളുമായി സർക്കാർ വരികയാണ്. അതിനപ്പുറത്തേക്ക് കൂടുതൽ ക്രിയേറ്റീവായ, വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള പുതിയ നിർദ്ദേശങ്ങളും പുതിയ വാഗ്ദാനങ്ങളും കോൺഗ്രസിന്റെ UPA-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നാണ്. കാരണം ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് കൂടുതൽ ക്രിയേറ്റീവ് ആയത് ഉണ്ടാകുമോ എന്ന്. പക്ഷെ തീർച്ചയായും നമ്മളെ സമയത്ത് കർഷകർക്ക് ഇതിലും നല്ല, കർഷകർക്ക് തന്നെ അറിയാം ആരാ അവരൊക്കെ ഉള്ള ഏത് പാർട്ടിയാണ്. ഈ കർഷകർ അവരെ എത്ര ബുദ്ധിമുട്ടിയിട്ട് ഡൽഹിയിൽ എത്തിയിട്ട് 1 ലക്ഷത്തിന്റെ കൂടുതൽ കർഷകർ, എന്നിട്ട് ഈ നരേന്ദ്രമോദി അവരെ കണ്ടോ, അവരെ മീറ്റ് ചെയ്തോ? അവർക്ക് ഇതൊന്നുമില്ല, കർഷകരായിട്ട് ഒരു ഇതുമില്ല, വെറും ഒരു കോർപ്പറേറ്റ് ഗവൺമെന്റ് ഇത്. അവർ ഈ ജൻധൻ അക്കൗണ്ട് ഇല്ലേ, അതില് 7 കോടി അക്കൗണ്ട് ഡോർമെന്റ്. അവർ പറയും നോട്ട് പിൻവലിക്കലിന്റെ സമയത്ത് ജൻധൻ അക്കൗണ്ട് കുറെ പേര് തുടങ്ങി, അതൊരു വലിയ കാര്യമാണ്. പക്ഷെ അത് ശ്രദ്ധിച്ചു നോക്കി, അതിൽ 7 കോടി അക്കൗണ്ട് ജസ്റ്റ് ഡോർമെന്റാ. അപ്പം അക്കാര്യത്തിൽ ഈ സർക്കാരിന്റെ പൊള്ളത്തരം തിരിച്ചറിയുമെന്ന ആത്മവിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. കർഷകർക്ക് നിങ്ങളെ കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ട് എന്നും. നന്ദി ശ്രീമതി ഷമ മുഹമ്മദ്, മേരി ജോർജ്, ബിനോയ് വിശ്വം ഈ ചർച്ചയുടെ ഭാഗമായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും പങ്കുവച്ചതിന്. സ്പെഷ്യൽ എഡിഷൻ തുടരുന്നു. CPC തോമസ് NDA നേതാവ് നമ്മോടൊപ്പം ഇപ്പോൾ തത്സമയം ചേരുകയാണ്. CPC തോമസ്, ഈ ബജറ്റ് പ്രധാനമായും ഊന്നുന്നത് കർഷകർ, തൊഴിലാളികൾ, ഒപ്പം ടാക്സ് പേയേഴ്സായ നികുതിദായകർ എന്നിവരിലേക്കാണ്. വളരെ പ്രാധാന്യമുള്ള ഊന്നൽ തന്നെയാണത്. സർക്കാരിന് ശരിയായ ഗുണം വരും ദിവസങ്ങളിൽ അനുഭവിക്കാൻ കഴിയും വിധമുള്ള ഊന്നൽ അതിലുണ്ട് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ബജറ്റുകളിലൊന്നും സ്വീകരിക്കാത്ത കുറച്ചുകൂടി ഉദാരമായതും കർഷകരിലേക്കും തൊഴിലാളികളിലേക്കും ഒക്കെ നേരിട്ട് അനുഭവിക്കാൻ കഴിയും വിധമുള്ള ഇടപെടൽ ഇത്തവണത്തെ ബജറ്റിൽ കാണാനുണ്ട്. അത് ഈ വിഭാഗം ആളുകളൊക്കെ നല്ലവണ്ണം സർക്കാരിൽ നകന്നു പോയിരിക്കുന്നു എന്ന ശരിയായ ബോധ്യത്തിൽ നിന്നാണോ ഈ വൈകിയുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ? അല്ല, കഴിഞ്ഞ ബഡ്ജറ്റുകളിലും അതിനുശേഷവും ഇടയ്ക്കുമൊക്കെ ആയിട്ട് ഏതാണ്ട് 314 പദ്ധതികളാണ് പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ എന്ന പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊക്കെ ഒരുപാട് പ്രയോജനമുണ്ട്. 10 ലക്ഷം രൂപ വെച്ച് മുദ്രാ ലോൺ, അത് എത്രയോ പേർക്ക് പ്രയോജനപ്പെടുന്നു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 2 കോടി വരെ കിട്ടുന്ന MSME ലോണ്, അതിൽ സ്ത്രീകൾക്ക് പ്രത്യേക സാഹചര്യം, 59 മിനിറ്റ് കൊണ്ട് അനുവദിക്കണം എന്ന ലോണ്, ഇതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പേര് സ്വയം സംരംഭകരായിട്ടുണ്ട്. സ്കിൽ ഡെവലപ്മെന്റിന് പ്രത്യേക വകുപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ബഡ്ജറ്റ് അങ്ങനെ ഒരു വ്യത്യസ്തമല്ല, വളരെ ക്ഷേമകരമായിട്ടുള്ളതും വളരെ അടിസ്ഥാനപരമായിട്ട് കൂടുതൽ പണം വരുന്നു എന്ന് കാണിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി പണം വരുന്നത് കൂടി കണക്കിലെടുക്കുക എന്ന് ഞാൻ പറയുന്ന കാര്യം, ഡെഫിസിറ്റ് അതായത് ധനക്കമ്മി കൂട്ടാതെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. കൃഷിക്കാർക്ക് പ്രത്യേകിച്ച് ഇതുവരെ ഇല്ലാത്ത ചില സ്കീമുകൾ വന്നിരിക്കുന്നു, അത് നല്ലൊരു കാര്യമാണ്. നികുതിദായകർക്ക് 5 ലക്ഷം രൂപ വരെ അവർക്ക് എക്സംഷൻ, അത് 6.5 ലക്ഷം വരെ ആകുന്നു, 6.50 വരെ. അതുപോലെ മത്സ്യ മേഖലയ്ക്ക് പ്രത്യേകമായിട്ട് ഒരു വകുപ്പ് അല്ലെങ്കിൽ ഒരു മന്ത്രാലയം വരുന്നു. ഏറ്റവും വലിയ ആവശ്യമായിരുന്നു അവിടെ, അത് സാധിക്കുകയാണ്. അതുപോലെ സാധാരണ തൊഴിലാളികൾക്ക്, സംഘടിതരല്ലാത്ത തൊഴിലാളികൾക്ക് 3000 രൂപ വെച്ച് മാസം കിട്ടുന്നു. അതൊരു വലിയ കാര്യമല്ലേ? ഇതുപോലെ ആനുകൂല്യങ്ങൾ നല്ലത് കിട്ടുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ നോക്കി. അപ്പൊ താങ്കൾ പറയുന്നത് മുൻകാലത്ത് സ്വീകരിച്ചു വന്നിട്ടുള്ള ജനോപകാരപ്രദമായ നടപടികളുടെ കേവലമായ തുടർച്ച മാത്രമാണിത് എന്നാണ്. പക്ഷെ ഇപ്പോൾ ഈ കർഷകർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന 6000 രൂപ എന്നൊക്കെ പറയുന്നത് ഒട്ടുമേ ശാസ്ത്രീയമല്ലാത്ത ഒരു ഏർപ്പാടാണെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒന്നാണ്. പക്ഷെ എന്താണ് ഇത് പെട്ടെന്ന് ഞങ്ങളുടെ കയ്യിലേക്ക് അക്കൗണ്ടിൽ കിട്ടുമെന്നൊരു ഫീൽ ഉണ്ടാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശമേ സത്യത്തിൽ അതിനുള്ളതെന്ന് മനസ്സിലാക്കും. അത്തരം ചെപ്പടി വിദ്യകൾ ഈ അവസാന വർഷം വേണ്ടി വരുന്നത് കർഷകരാകെ മുഖം തിരിച്ചു കളഞ്ഞിരിക്കുന്നു ഈ സർക്കാരിനോട് എന്ന ബോധ്യത്തിൽ നല്ലേ? അല്ലെങ്കിൽ ഇത്തരം അശാസ്ത്രീയമായ, ഒട്ടും ബെനിഫിഷ്യറീസിന് ഗുണം ശരിയാവണ്ണം കിട്ടാത്ത ഈ വക പെരിഫറലായ ഉപരിപ്ലവമായ പദ്ധതികളൊക്കെ എന്തിനവസാനം പ്രഖ്യാപിക്കണം? CPC തോമസ്, ആശാ വർക്കേഴ്സിന് 50% അവരുടെ ഓണറേറിയം കൂട്ടിയാൽ അത് അശാസ്ത്രീയമാണോ? അത് ഗുണമില്ലേ? ഇതുപോലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും കിട്ടി. വനിതകൾക്ക്, കൃഷിക്കാർക്ക്, യുവാക്കൾക്ക്, തൊഴിലാളികൾക്ക്, എല്ലാ മേഖലയിൽപ്പെട്ടവർക്ക് കിട്ടി. അത് നല്ലതല്ലേ?
അതിന്റെയൊക്കെ പ്രയോജനം ഇത് അശാസ്ത്രീയമാകുന്നത് എങ്ങനെയാ? ഞാൻ അശാസ്ത്രീയം എന്ന് പറയാൻ കർഷകരുടെ കാര്യമാണ്. നമുക്കറിയാമല്ലോ ഈ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കർഷകരുടേതാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കം കർഷകർ അവരുടെ ജീവിത പ്രശ്നവുമായി തെരുവിലാണ്. സർക്കാർ അതിനെ അഡ്രസ് ചെയ്തത് അവർക്ക് വർഷം 6000 രൂപ കൊടുത്തേക്കാം, ഒരാൾക്ക് 17 രൂപ കിട്ടും, ഒരു 5 അംഗ കുടുംബമാണെങ്കിൽ ഒരാൾക്ക് 3 രൂപയാണ് കിട്ടുക. അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം 3 രൂപ കൊടുത്ത് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമെന്ന നിലക്കാണോ 5 വർഷം കൊണ്ട് മോദി ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ല, ബാക്കിയുള്ള ഒരു കാര്യവും നിർത്തലാക്കിയിട്ടല്ല, അഡീഷണൽ ആയിട്ട് പുതിയൊരു പദ്ധതി കൊണ്ടുവരിക. ഇത് ഒരു ആധുനികമാ. ഇതിനു മുമ്പ് ആരും കൊണ്ടുവന്നിട്ടില്ല. ഒരു ഗവൺമെന്റ് ആലോചിച്ചിട്ടില്ല കർഷകനെ പറ്റി. കർഷകന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു കൈത്താങ്ങ് കൊടുക്കണം എന്ന ചിന്താഗതി ആർക്കും പോയില്ല. അതുകൊണ്ട് ഇത് ആശയപരമായിട്ട് ഒരു വലിയ നൂതനമായ ഒരു വലിയ മെസ്സേജാണ് നൽകുന്നത് കൃഷിക്കാർക്ക് വേണ്ടി. അതിനെ തുക കൂട്ടാം, തുക പലപ്പോഴായിട്ട് ഈ ചർച്ച ചെയ്ത് കൂട്ടും. പക്ഷേ ഇവിടെ വരുമാനം കൂടെ നോക്കിയല്ലാതെ ചുമ്മാതെ പ്രഖ്യാപനം പറ്റില്ല. കയ്യിലുള്ള പണം നോക്കി മാത്രമേ പറ്റൂ. പക്ഷേ ഈ കർഷകർക്ക് ഇരട്ടി വരുമാനം സാധ്യമാക്കും, വിളകൾക്ക് ഇരട്ടി വില ലഭ്യമാക്കും, വിളകൾക്ക് ഇരട്ടി വില ലഭ്യമാക്കുമെന്ന വാഗ്ദാനം 5 വർഷമായി കേട്ടു. എപ്പോഴെങ്കിലും അത് സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് താങ്കൾ പറയുന്നു? മറ്റെല്ലാ ഉത്തേജക പാക്കേജുകളുടെയും കൂടെയുള്ള അഡീഷണൽ ബെനിഫിറ്റ് ആണ് ഇത് എന്ന്. ഇത് മാത്രമേ ഇപ്പൊ സത്യത്തിലുള്ളൂ, ബാക്കി ഒന്നും നടന്നിട്ടില്ല. ആ നടന്നിട്ടില്ല എന്ന ബോധ്യം കർഷകനുമുണ്ട്. അത് കർഷകൻ മനസ്സിലാക്കി എന്ന് മോദിയും മനസ്സിലാക്കുന്നു ഇപ്പോൾ. അതുകൊണ്ടാണ് ഈ 6000 കൊണ്ട് വരുന്നത്. ഇത് എങ്ങനെ കൊടുക്കുമെന്നതിനെ സംബന്ധിച്ചൊരു പ്ലാൻ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുന്നത്? ഇവിടെ ഇൻഷുറൻസ് കൊണ്ടുവന്ന കൃഷിക്കാർക്കും പ്രയോജനമാണ്. ആ ഇൻഷുറൻസ് കൊണ്ട് എല്ലാവർക്കും പ്രയോജനമാണ്. അതിന്റെ പ്രയോജനം എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസാ. വെറും 1 രൂപ മുടക്കുന്ന ഒരാൾക്ക് എത്രയാ? 5 ലക്ഷം വരെ കിട്ടുന്നു. അത് ആർക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 10 ലക്ഷം പേർക്ക് ഈ 4 മാസമായുള്ള തുടങ്ങിയിട്ട് 10 ലക്ഷം പേർക്ക് കിട്ടി എന്ന് ബഡ്ജറ്റിലുണ്ട്. അത് ചെറിയ കാര്യമല്ല. 6 ലക്ഷം വനിതകൾക്ക് ഗ്യാസ് കണക്ഷൻ വെറുതെ കിട്ടി, ഫ്രീ. ചെറിയ കാര്യമാണോ? ഗ്യാസിന്റെ വില എവിടെ നിൽക്കുന്നു? ഇലക്ട്രിസിറ്റി കണക്ഷൻ എത്രയാ? മുഴുവൻ ആളുകൾക്കും കൊടുക്കുക. ഈ വെറുതെ കിട്ടിയത് സൗജന്യമായി കിട്ടിയ ഗ്യാസ് കണക്ഷനൊക്കെ തിരിച്ചേൽപ്പിക്കേണ്ട അവസ്ഥയാണ് ഉത്തരേന്ത്യയിലെ സാധാരണക്കാരിലും താഴെ നിൽക്കുന്ന ആളുകൾ. ഇതിനൊക്കെ ഇല്ലാത്ത വിലയാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോ. അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില എവിടെ നിൽക്കുന്നു, നമ്മുടെ വില എവിടെ നിൽക്കുന്നു നമുക്കറിയാം. അങ്ങനെ ആരും തിരിച്ചു കൊടുക്കേണ്ടി വരുന്നില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആനുകൂല്യം വരുമ്പോൾ അത് പിന്നീട് തിരിച്ചെടുക്കുമെന്ന് പറയുന്നതിൽ എന്റെ അർത്ഥം ഇരിക്കുന്നത്. അതും തിരിച്ചൊന്നും കൊടുക്കണ്ട. അതൊരു ആനുകൂല്യമായിട്ട് പലരും വാങ്ങിച്ചു കഴിഞ്ഞു. വാങ്ങിച്ചവരുടെ എണ്ണം ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ചുമ്മാതല്ലോ, കണക്കുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ മാർഗമില്ലാതെ ഏതെങ്കിലും തരത്തിൽ അതിനെ ചെറുതാക്കാനായിട്ട് സാങ്കേതിക തിരിച്ചെടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഈ സൗജന്യമായി കൊടുക്കുമെന്ന് പറയുന്ന സാധനം നല്ല നിലക്ക് അവരുടെ കയ്യിലെ തുക വെച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ഈ പ്രോഡക്റ്റിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. കണക്ഷൻ വെറുതെ കൊടുക്കാം, പക്ഷെ എങ്ങനെയാണ് ഇപ്പോൾ ഇതിന്റെ വിലയെന്ന് നമുക്കറിയാമല്ലോ. വില വല്ലാതെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാധാരണയിലും താഴെ വരുമാനമുള്ളവർക്ക് ഇത് സ്മൂത്തായി ഉപയോഗിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നാണ്. ഞാൻ പറയാം. പി കെ ബിജു, ഇവിടെ ഇപ്പോ നിങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, തൊഴിലാളികളായ ആളുകൾ, അല്ലെങ്കിൽ ടാക്സ് പേയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോ കർഷകരുണ്ട്, ഈ ചെറുകിട കച്ചവടക്കാരുണ്ട്. ഇവരൊക്കെയാണ് ഈ സർക്കാരിന്റെ കീഴിലെ പരിഷ്കാരങ്ങളുടെ ഏറ്റവും വലിയ ഇരകളെന്ന് നിങ്ങൾ എല്ലായ്പ്പോഴും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒന്നാണ്. അത് ശരിയായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് സർക്കാർ ഈ അവസാന മണിക്കൂറുകളിൽ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവരെ അഡ്രസ്സ് ചെയ്യാനുള്ള പദ്ധതികൾ സർക്കാർ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം പ്രവർത്തിക്കും, അതായത് ഒരു ഇലക്ട്രൽ സ്പേസിൽ പ്രവർത്തിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിഷാദ്, ഈ ബഡ്ജറ്റ് തുടക്കത്തിൽ തന്നെ BJP ഗവൺമെന്റ് അവരുടെ 2019 തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ ലോഞ്ചിങ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം 5 വർഷക്കാലം അവസാനിക്കാൻ ഇനി 2-3 മാസം കൂടി ഈ ഗവൺമെന്റിനുള്ളൂ. 2014 വികസനത്തെക്കുറിച്ചും ഇത്തരത്തിലുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളെക്കുറിച്ചും എല്ലാം വാചാലമായിട്ടുള്ള മോദിയാണ് 2019 തെരഞ്ഞെടുപ്പിൽ കടന്നു കയറാൻ കഴിയില്ല. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതിവിശേഷം മനസ്സിലാക്കിയാണ് ഈ കല്ലുവെച്ച നുണ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന നിലയിൽ ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. PC തോമസ് ഇവിടെ പറയുന്നത് ഞാൻ കേട്ടു. എങ്ങനെയാണ് ഇത് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്? കാർഷിക മേഖലയുടെ ഇന്നത്തെ സ്ഥിതി എന്താണ്? അതെല്ലാം അറിയണമെങ്കിൽ നമ്മുടെ എക്കണോമിക് സർവേ പുറത്തുവിടണം. എന്തുകൊണ്ടാണ് എക്കണോമിക് സർവേ പുറത്തുവിടാൻ ഈ ഗവൺമെന്റ് ഭയപ്പെടുന്നത്? എക്കണോമിക് സർവേ തയ്യാറാക്കുന്ന ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക് കമ്മീഷനിലെ അംഗങ്ങളെ രാജിവെക്കാൻ നിർബന്ധിതാക്കിയത് എന്തിനാണ് ഈ ഗവൺമെന്റ്? അപ്പൊ യഥാർത്ഥത്തിൽ ഇതുവരെ പറഞ്ഞ മോദിയുടെ കണക്കുകളെല്ലാം തെറ്റിയിരിക്കുന്നു. രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക്
45 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരിക്കുന്നു. 72-73 കാലഘട്ടത്തിന് സമാനമായി എന്നാണ് പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത്. കാർഷിക മേഖലയുടെ വളർച്ച 2.1% എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി 2020-ൽ കൃഷിക്കാരന്റെ വരുമാനം ഇരട്ടിയാക്കും എന്ന് പറഞ്ഞതിന് യാതൊരു സാധുതയുമില്ലാതെ വന്നിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി 10 ലക്ഷം കോടി 11 ലക്ഷം കോടി കൃഷിക്കാർക്ക് നബാർഡ് വഴി വായ്പ ലഭ്യമാക്കാൻ മാറ്റിവെച്ച ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ പ്രഖ്യാപനങ്ങൾ ഒരു തരത്തിലും കാർഷിക മേഖലയെ സ്പർശിച്ചിട്ടില്ല എന്നല്ലേ ഇത് കാണിക്കുന്നത്. അപ്പൊ ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ളത് 6000 രൂപ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ 4 ഗഡുക്കളായി 2000 രൂപ വീതം കൊടുക്കാൻ പോകുന്നു. ആർക്കാണ്? 12 ലക്ഷം ഗുണഭോക്താക്കൾ. 2 ലക്ഷം ഹെക്ടറിൽ 2 ഹെക്ടറിൽ താഴെയുള്ള കൃഷിക്കാർക്ക്. ഇതാരാണ് ഇവരുടെ പട്ടിക തയ്യാറാക്കേണ്ടത്? ഈ 1 മാസം കൊണ്ട് ഈ പട്ടിക തയ്യാറാക്കി ഇവർക്ക് പണം കൊടുക്കാൻ സാധിക്കുമോ? അപ്പൊ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധി കൃഷിക്കാരുടെ ആത്മഹത്യ മാത്രമല്ല, കൃഷിക്കാരുടെ പ്രക്ഷോഭമായി മാറിയപ്പോൾ അത് മറികടക്കാനുള്ള ഒരു ചെറിയ കുറുക്കുവഴിയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ പറഞ്ഞത് കിസാൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്, സോയിൽ ഹെൽത്ത് കാർഡിനെ കുറിച്ചാണ്, അതുപോലെ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയെ കുറിച്ചാണ്. അതെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇപ്പം പറയുന്നത് PM കിസാൻ എന്ന പുതിയൊരു പ്രഖ്യാപനം നടത്തി രക്ഷപ്പെടാൻ കഴിയും എന്നാണ് BJP പരിശ്രമിക്കുന്നത്. അത് വലിയ തിരിച്ചടിയായിരിക്കും BJP. പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം. ഇപ്പൊ 2.5 ഹെക്ടർ നേരത്തെ നമ്മൾ പറഞ്ഞു പോയെന്നാണ്. ഇത് എത്ര ആളുകൾക്കാണ് ഈ ഇത്ര ഹെക്ടറിനകത്ത് ഭൂമി ഉള്ളത് എന്ന് സംബന്ധിച്ച് സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഡാറ്റ ഒന്നുമില്ല. അതിന് മുഴുവൻ കണ്ടെത്തണം. അതിന് എത്രമാത്രം സമയമെടുക്കുമെന്ന് നമുക്കറിയാമല്ലോ. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നെ ഈ പറയുന്ന ഭൂമി ഇല്ലാതെ പാട്ടത്തിന് കൃഷി ചെയ്യുന്നവർ, കർഷക തൊഴിലാളികളായ ആളുകൾ, ഇവരെയൊക്കെ എങ്ങനെ ഇത് വെച്ച് അഡ്രസ്സ് ചെയ്യുമെന്ന പ്രശ്നം വേറെയും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചാനൽ ചർച്ചയിൽ പറയാം, ഞങ്ങളുടെ സർക്കാർ വലിയ പദ്ധതി പ്രഖ്യാപിച്ചു, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പ്രസംഗിക്കാം, ഫേസ്ബുക്കിൽ എഴുതാം. പക്ഷേ ഇതിന് ബെനഫിഷ്യറീസ് ഉണ്ടാവില്ല എന്നതായിരിക്കും ഇതിൻ്റെ ദുരന്തമായ അന്തിമമായ ഫലമെന്നാണ് ബിജു പറയുന്നത്. അതിൽ കാര്യമില്ല. കാരണം ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ അല്ലേ. ഇത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? എല്ലാവരുടെയും പേരും എല്ലാവർക്കുമുള്ള സ്ഥലവും എല്ലാം ഉൾപ്പെടുന്ന കണക്കുകൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഞെക്കിയാൽ കിട്ടും. അതൊന്നും ഒരു പ്രശ്നമുള്ളതല്ല. 2 ഹെക്ടർ എന്ന് പറയുന്നത് 5 ഏക്കറാണ്. 5 ഏക്കറിൽ താഴെയുള്ളവർക്ക് നൂതനമായ ഈ പദ്ധതി ഇഷ്ടപ്പെടും. കാരണം അത് അവരുടെ കയ്യിലേക്ക് കിട്ടുകയും ചെയ്യും, കിട്ടാതിരിക്കത്തില്ല. കാരണം ഇത് ഒരു പുതിയ ഒരു മാറ്റമാണ്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിനകത്ത് തുക കൂടുതൽ ആവശ്യപ്പെടും. തുക കൂടുതൽ കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരും. ഓരോ സർക്കാരുകൾ അത് ചെയ്തെന്നിരിക്കും. അതൊക്കെ അതിന്റെ വഴിയെ വരട്ടെ. അശാസ്ത്രീയമല്ല, ഇത് കറക്റ്റായിട്ട് പോകും. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, ഇതെല്ലാം ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് വന്നതൊന്നുമല്ല. ഈ വകുപ്പ് ഞാൻ പറഞ്ഞില്ലേ, മത്സ്യത്തിന് തന്നെ വേറെ വകുപ്പ്, അതുപോലെ ആനിമൽ ഹസ്ബൻഡറി, അതുമായി ബന്ധപ്പെട്ട പ്രത്യേക ചില പ്രഖ്യാപനങ്ങൾ, ഇതെല്ലാം വന്നപ്പോൾ ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന പണം വളരെയധികം വർദ്ധിച്ചു. അതിന്റെ ഗുണം ആർക്കാ കിട്ടുന്നത്? അത് വളരെയധികം പ്രയോജനകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് മാറും. എല്ലാ പദ്ധതികളും ഇതിനകത്ത് പറയത്തില്ല, പക്ഷേ എല്ലാ പദ്ധതികൾക്കും അത് പ്രയോജനപ്പെടും. ഇപ്പോൾ തന്നെ ഒത്തിരി പദ്ധതികളുണ്ട്. ഞാനതുപോലെ വേറൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഒരുപാട് ജനകീയ പദ്ധതികൾ പെടുന്ന കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് പണം ആവശ്യമാണ്. പക്ഷേ പലപ്പോഴും വരുന്ന ഒരു ബുദ്ധിമുട്ടെന്താ? പണമില്ലാതെ വരുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ഇപ്പം എങ്ങനെയാണ് പണം വന്നത്? ഇപ്പം പണം വന്നത് ഒരു പരിധി വരെ കള്ളപ്പണം പിടിക്കുന്ന ഒരു രീതി വന്നു എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ ഞാനതൊരിക്കലും കള്ളപ്പണമാണെന്ന് ഞാൻ വിചാരിക്കത്തില്ല, കള്ളപ്പണമാണെന്ന് ഞാൻ പറയത്തുമില്ല. അത് കള്ളപ്പണമല്ല, അതെൻ്റെ പണമാണ്. പക്ഷേ അക്കൗണ്ടഡ് അല്ല, പലപ്പോഴും അക്കൗണ്ടഡ് അല്ല. അത് അക്കൗണ്ടഡ് ആക്കി എന്നുള്ളതാണ് വ്യത്യാസം. അക്കൗണ്ടഡ് ആക്കിയപ്പോൾ ഇവിടെ എത്രയോ കൂടുതലാണ്, ഇരട്ടിയിൽ കൂടുതൽ നികുതിദായകർ വരികയാണ്. അതൊരു വലിയ മാറ്റമല്ലേ? അതാണ് പണം വരുന്നതിന്റെ കാര്യം. അതുകൊണ്ട് ഈ പ്രഖ്യാപനങ്ങളൊക്കെ ശാസ്ത്രീയമാണ്. ഇത് നടപ്പാകും. ഇത് നടപ്പാകുന്നില്ലെങ്കിൽ ഗവൺമെന്റിന് ചുമ്മാ പോകാൻ പറ്റുമോ? ഇവിടെ ജനങ്ങൾ ചുമ്മാ ഇരിക്കുമോ? അതിപ്പോ ജനങ്ങൾക്ക് ചുമ്മാ ഇരിക്കുമോ എന്ന് ചോദിച്ചാൽ ഏറ്റവും അവസാനത്തെ നിങ്ങളുടെ ബജറ്റാണ്. അതിനുശേഷം ജനങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അടുത്ത ഏത് ഗവൺമെന്റ് വരണമെന്നുള്ള തീരുമാനവും ഉണ്ടാവുക. അതിലേക്ക് വരാം. ശ്രീ ഹരിലാൽ, ഇവിടെ ഇപ്പൊ ഈ ഇത്തരം പദ്ധതികൾ ഈ മേഖലകളുടെ യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നവയാണോ, ശാസ്ത്രീയമായി സമീപിക്കുന്നവയാണോ എന്നതൊരു ചോദ്യമാണ്. അതിനകത്ത് നെഗറ്റീവായ ഉത്തരങ്ങളാണ് കൂടുതലും കിട്ടുക. പക്ഷേ ഈ പ്രധാനപ്പെട്ട അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങളാണ്. ഇപ്പോൾ
മിഡിൽ ക്ലാസിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഈ പറഞ്ഞ കർഷകരുടെയും തൊഴിലാളികളുടെയും ഒക്കെ പ്രശ്നം. കാരണം സർക്കാരിനെ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരവരാണ്. അടുത്ത തവണ മിഡിൽ ക്ലാസ് ആവട്ടെ മോദിയെ നിലനിർത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച ഒരു ഫാക്ടർ കൂടിയാണ്. ഇപ്പോൾ ആഴത്തിൽ അവരുടെ പ്രശ്നങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല എങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഒരു സീസണിൽ ഒരു സ്റ്റിമുലേഷൻ അവിടെ സാധ്യമാകും ഇതൊക്കെ കൊണ്ട്. അത് ആ നിലക്ക് പ്രവർത്തിക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ആദ്യം ഇത് ശാസ്ത്രീയമായി ശരിയായി പഠിച്ച് ഹോംവർക്ക് ചെയ്ത് തയ്യാറാക്കിയ പദ്ധതികളാണോ എന്നുള്ള ചോദ്യം, അത് അങ്ങനെയാണെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ, അതായത് എല്ലാ ഹോംവർക്കും ചെയ്ത് ലക്ഷണമൊത്ത പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് സമ്മതിച്ചാൽ തന്നെ, അത് തെരഞ്ഞെടുപ്പ് വന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തലയെ കയറി കഴിഞ്ഞതിന് ശേഷമാണോ പ്രഖ്യാപിക്കേണ്ടത്? അതിന് എത്രമാത്രം വിശ്വാസ്യതയുണ്ട്? പുതിയൊരു ഗവൺമെൻറ് വന്ന് നടപ്പിലാക്കേണ്ട കാര്യം അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രഖ്യാപിക്കുന്നത് കൊണ്ട് അതിന് ഒട്ടും വിശ്വാസ്യതയില്ല. ജനങ്ങളെ ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നതാണ്. അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കൃഷിക്കാരുടെ ആത്മഹത്യ നടക്കുന്നു, അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ തൊഴിൽ ഉണ്ടാവുന്നില്ല. ഈ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടനയെ നേരിടുകയാണ്, സാധാരണ ജനങ്ങളെ നേരിടുകയാണ്. അതൊന്നും തെരഞ്ഞെടുപ്പ് വരെ അഡ്രസ്സ് ചെയ്യാതെ ഇപ്പോൾ ഇനി ശരിയായ പദ്ധതികൾ ആണെങ്കിൽ തന്നെ അതിന് ആ പ്രശ്നമുണ്ട്. രണ്ടാമതാണ് നമ്മൾ പദ്ധതി ശരിയാണോ എന്ന് നോക്കേണ്ടത്. പദ്ധതി ശരിയാണെങ്കിൽ തന്നെ ഇവർ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരല്ല. രണ്ട്, ശരിയായ ഹോംവർക്ക് ചെയ്തിട്ടല്ല ഈ പദ്ധതികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കൃഷിക്കാർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതിയുടെ കാര്യത്തിൽ ഇവിടെ ചർച്ചയിലൊക്കെ അത് ചൂണ്ടിക്കാണിച്ചു. 2 ഹെക്ടറിൽ താഴെയുള്ള ഭൂമിയുള്ളവർക്കെല്ലാം ഈ 6000 രൂപയുടെ ആനുകൂല്യം കിട്ടുമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഭൂമി ഇല്ലാത്ത കൃഷിക്കാരോ? കേരളത്തിൽ തന്നെ നമുക്കറിയാം ലീസ് ഫാമിംഗ് വളരെ വ്യാപകമാണ്. ഇപ്പോൾ കൃഷി ചെയ്യുന്ന ഒരുപാട് പേര് ശരിക്കും ഭൂമിയുള്ളവരല്ല, അല്ലാതെ കൃഷി ചെയ്യുന്നവരുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വളരെ വ്യാപകമായിട്ടുണ്ട്. ഒരുപാട് കൃഷിക്കാർ ഭൂമി ഇല്ലാത്തവരാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ആനുകൂല്യം കിട്ടുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം ചെല്ലേണ്ടത് അത്തരം ഭൂരഹിതരായിട്ടുള്ള കൃഷിക്കാർക്കാണ്. അവരുടെ കാര്യം ആര് നോക്കും? അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ 3-4 പേർക്ക് ഭൂമിയുണ്ട്. അവർക്കെല്ലാം ഇപ്പോൾ 5 ഏക്കർ താഴെന്ന് വരുമ്പം അവർക്കെല്ലാം ഈ ആനുകൂല്യം കിട്ടും. അവർക്കെല്ലാം ഒരു കുടുംബത്തിൽ കൊടുക്കുമോ? ലിസ്റ്റ് തയ്യാറാക്കണം എന്ന് മാത്രമല്ല, ഇപ്പോൾ അടുത്ത മാസം മുതൽ ഇത് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ഇലക്ഷന് മുമ്പ് കുറേയധികം ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് 2000 രൂപ ഇടും എന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിൽ തെരഞ്ഞെടുപ്പിനെ വളരെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കാൻ പോലും ഈ പ്രഖ്യാപനം ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പിന്നീട് വരുന്ന പ്രശ്നങ്ങളാണ് ഇതിന് യഥാർത്ഥത്തിൽ ശരിയായ അലോക്കേഷൻ ഉണ്ടോ, ഈ പദ്ധതിക്ക് അലോക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടി MNREGSൻ്റെ അലോക്കേഷൻ വെട്ടിക്കുറച്ചോ തുടങ്ങിയ പ്രശ്നങ്ങൾ. അതൊക്കെ ഒരുപക്ഷെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് വരാൻ പോകുന്ന ഗവൺമെന്റുകളാണ്. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, കുറെ അധികം ആളുകളുടെ അക്കൗണ്ടിലേക്ക് ചിലപ്പോൾ 2000 രൂപ ആദ്യ ഗഡു എന്ന നിലയ്ക്ക് വന്നേക്കാം. അത് നടപ്പിലാക്കുന്നതിലെ ശാസ്ത്രീയത വേറെ തന്നെ വിഷയമാണ്. ഒരു സ്റ്റിമുലേഷൻ അവിടെ സാധ്യമാകും, ഒരു ഉത്തേജിപ്പിക്കൽ ഉണ്ടാവും, പെരിഫറലായി ഉപരിപ്ലവമായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതായത് ഇപ്പം മിനിമം വേതനം എല്ലാവർക്കും ഉറപ്പാക്കുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു, അത് വാഗ്ദാനമാണ്. പക്ഷെ നരേന്ദ്രമോദി വന്നിട്ട് വീണ്ടും വോട്ട് ചോദിക്കാൻ പോകുന്നത് 2000 രൂപ അക്കൗണ്ടിൽ ഇട്ടതിന് ശേഷമാണ് എന്ന് വരുമ്പോൾ ആളുകൾ അതിൻ്റെ ഒരു ത്രാസിൽ വെച്ച് നോക്കുമല്ലോ. അതിനെ ഈ പറയുന്ന സ്ഥിരം വാചകങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയുമോ? അക്കാര്യത്തിൽ മോദിക്ക് ഒരു എഡ്ജ് ഉണ്ടാകുമല്ലോ അല്ലേ? അല്ല, അത് ഞാൻ കാണുന്നില്ല. കാരണം ഇത് തട്ടിപ്പാണ് എന്ന് ഇപ്പൊ ഉത്തരേന്ത്യയിലെ ജനതയ്ക്ക് തന്നെ ബോധ്യപ്പെടും. കാരണം അവിടെ ബഹുഭൂരിപക്ഷവും ഇതിന്റെ പ്രയോജനം നേരിട്ട് ലഭിക്കാൻ കഴിയാത്തവരാണ്. 5 വർഷക്കാലം തിരിഞ്ഞു നോക്കാത്തവർ വളരെ വേഗത്തിൽ കൃഷിക്കാരന് ഈ 6000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്, ഒരു വ്യക്തിക്ക് കിട്ടുന്നത് എത്രയാ? 3-4 രൂപയാണ്. ഈ ഗവൺമെന്റ് 5 വർഷം കൊണ്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വിത്തിന്റെ സബ്സിഡി, വളത്തിന്റെ സബ്സിഡി, അതുപോലെ കാർഷിക മേഖലയുടെ മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് MSP അവരാവശ്യപ്പെടുന്നതാണ്. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ നടപ്പിലാക്കും എന്ന് പറഞ്ഞ ഗവൺമെന്റ് അല്ലേ? അതൊന്നും ചെയ്യാതെ കർഷകന്റെ വെളുത്തുള്ളിയുടെ വില നമ്മൾ കണ്ടതല്ലേ? 1 രൂപ 1 കിലോ വെളുത്തുള്ളിക്ക്. അത്
പിന്നെ വാങ്ങി പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്ത കൃഷിക്കാരന്റെ വാർത്ത നമ്മൾ വായിച്ചതല്ലേ? അപ്പൊ ആ പ്രതിസന്ധി നിൽക്കുമ്പോൾ കാർഷിക ഉൽപാദനം ഏറ്റവും തകർച്ചയിലേക്ക് വരുമ്പോൾ GDP-യിൽ 2.1% കാർഷിക വളർച്ച നിൽക്കുമ്പോൾ അതിനെ സഹായിക്കാനുള്ള സമീപനം സ്വീകരിക്കുന്നതിന് പകരം വ്യക്തിഗതമായി ഒരാൾക്ക് 3 റുപ്യ 4 റുപ്യ കൊടുത്ത് അവരെ പിന്നെ BJP-ക്കൊപ്പം അണിനിരത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷിക്കുന്നത് അത്രയും ഭോഷത്തരം മറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. PC തോമസ് അത് തന്നെയാണ്, അതിലേക്ക് തന്നെയാണ് വീണ്ടും വരുന്നത്. PC തോമസ്, നമുക്കറിയാമല്ലോ, രാജ്യം ശ്രദ്ധിച്ച ഒരു വാർത്തയായിരുന്നു. ഒരു വർഷം മുഴുവൻ കൃഷി എടുത്തിട്ട് കിട്ടിയ വിളവിന് ആകെ കൂടി കിട്ടിയ 750 രൂപയാണ്. 750 രൂപ മോദിയുടെ അഡ്രസ്സിൽ അയച്ചു കൊടുത്ത കർഷകനെ കണ്ടു. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കൃഷിയിടത്തിൽ ആത്മഹത്യ ചെയ്ത ആളുകളെ കണ്ടു. അല്ലെങ്കിൽ വെളുത്തുള്ളിക്ക് 1 രൂപ മാത്രം കിട്ടുന്നത് കൊണ്ട് ആകെ നശിച്ച് നാശകോടാലിയായ കർഷകരെ വേറെയും കണ്ടു. അതാണ് അവരുടെ കറന്റ് സ്റ്റാറ്റസ്. അവർക്ക് 2000 രൂപ ആദ്യഘട്ട കൊടുത്താൽ ഈ സർക്കാർ ഞങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത് എന്ന ബോധ്യമുണ്ടാക്കാൻ കഴിയുമെന്നാണോ നിങ്ങളുടെ വിചാരം? ഞാൻ പറഞ്ഞത് ഇന്നേ വരെ വേറെ ഒരു സർക്കാരും ചെയ്യാത്ത ഒരു കാര്യം ഇപ്പോൾ ഇത് ചെയ്തപ്പോൾ ഒരു നയം പുതുതായിട്ട് വരികയല്ലേ. ആ നയത്തിൽ ഇനി അതിന്റെ തുകയെ സംബന്ധിച്ചും ഡീറ്റെയിൽസ് സംബന്ധിച്ചും എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുത്താം. ഏത് ഗവൺമെന്റിനും വരുത്താം. ഈ ഗവൺമെന്റ് തന്നെ വരുത്തിയെന്ന് വരും. അത് വേണമെങ്കിൽ വരുത്തട്ടെ. പക്ഷേ ഒരു നയം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. ചർച്ച ചെയ്യുമ്പോൾ സാങ്കേതികമായിട്ട് മാത്രമേ അതിനെ അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. അതല്ലാതെ ഈ പദ്ധതി മോശമായി പോയി എന്നല്ല പറയുന്നത്. എല്ലാവരും പറയുന്നത് തുക കുറഞ്ഞു പോയി, അല്ലെങ്കിൽ പെട്ടെന്നായിപ്പോയി, കണക്കെങ്ങനെ എടുക്കും, ശാസ്ത്രീയമാണോ, ഇതൊക്കെ സാങ്കേതികമാണ്. സാങ്കേതിക കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് എടുക്കത്തക്ക വിധത്തില് ഇന്ന് പഴയതുപോലല്ല, എല്ലാം ഡിജിറ്റൽ ആയിട്ടുള്ളത് കൊണ്ട് തുക കുറഞ്ഞു പോയി എങ്ങനെ കേവലമായ സാങ്കേതിക പ്രശ്നത്തിലൂടെയല്ല അതിനെക്കുറിച്ചുള്ള വിമർശനം. കർഷകൻ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് എനിക്കും താങ്കൾക്കും ഈ ചർച്ചയിൽ ഇരിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും അറിയാം. ഈ നാട്ടിൽ ഗുരുതരമായ പ്രശ്നമുണ്ട്. അതിനെ മറികടക്കാൻ തക്കവണ്ണമുള്ള ഒരു പദ്ധതി ആത്മാർത്ഥമായി നിർവഹിച്ചിട്ടില്ല ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക്. ഏറ്റവും അവസാനം കൊണ്ടുവരുന്നതാവട്ടെ ഒരു നിലയ്ക്കും അതിനെ അഡ്രസ് ചെയ്യാൻ ശേഷിയുള്ളതുമല്ല. ഇനിയിപ്പോൾ കുറച്ചധികം തുക കൂടി കൂട്ടാമെന്ന് വിചാരിച്ചാൽ പോലും ഒരാൾക്ക് പെർ ഹെഡ് കിട്ടുന്ന 3 രൂപയിൽ നിന്ന് എത്ര രൂപ ഈ സർക്കാർ കൂട്ടും? ഈ രാജ്യമെന്ന് പറഞ്ഞാൽ കർഷകർക്ക് ഓറിയന്റേഷനുള്ള, അവർക്ക് പ്രാധാന്യമുള്ള ഒരു നാടാണ്. അങ്ങനെ ഈ പദ്ധതി വഴി പൈസ കൊടുത്ത് കർഷകരുടെ പ്രശ്നം പരിഹരിച്ചു കളയാമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത്. അങ്ങനെയാണോ? അതോ ഇത് അവസാന കാലത്ത് കാണിക്കുന്ന ഒരു ഗിമ്മിക്കാണോ? നമുക്കെല്ലാവർക്കും പ്രശ്നമുണ്ട്, കർഷകർക്കുണ്ട്, തൊഴിലാളികൾക്കുണ്ട്. അത് 5 എന്ന് പറയുന്ന ഒരു അക്കം വരെ തീർക്കാനായിട്ട് 4+1 ഗുണകരമാകും. 1 ആഡ് ചെയ്തത് കൊണ്ട് മാത്രം ആ 4 ഇല്ല എന്ന് വരുന്നില്ലല്ലോ. അത് പറയാമോ? ഒരു പുതിയൊരു പദ്ധതി വരുമ്പോൾ അതിനെ ഏതെല്ലാം രീതിയിൽ ചെറുതാക്കി കാണിക്കാമോ എന്ന് നോക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. കൃഷിക്കാർ കാണുന്നത് അല്ല, വേറൊരു അത്താണിയും ഇല്ലാതെ നിൽക്കുകയാണ് കർഷകർ തലയോട്ടിയും കഴുത്തിൽ തൂക്കി തെരുവിൽ. ഗുണകരമാക്കുക. അപ്പൊ ഈ താങ്കൾ പറഞ്ഞ 5-ൽ 4, ആ 4 ഒന്ന് പറയാമോ? ആ 4 ബോധ്യപ്പെടാത്ത കർഷകരാണ് ഇപ്പൊ തലയോട്ടിയും കഴുത്തിൽ തൂക്കി തെരുവിൽ നിൽക്കുന്നത്. അവരോട് അവസാനത്തെ 1ന്റെ കണക്കാ പറഞ്ഞ ആ 1-ലുള്ളത് എന്താണെന്ന് നമ്മൾ കണ്ടു. 4 എന്താണ്? താങ്കൾ വിശദീകരിക്കാമോ? 4 എന്താണെന്ന്? 1 രൂപ വെളുത്തുള്ളിക്ക് കിട്ടുന്നതാണോ? ഒരു വർഷത്തെ ക്രോപ്പിന് ആകെ കിട്ടുന്ന 750 രൂപയാണോ ഈ 4 എണ്ണത്തിലെ ഈ സർക്കാർ കൊടുത്ത ബെനിഫിറ്റ്? ഞാൻ പറയാം. ഇവിടുത്തെ റബ്ബർ കർഷകരുടെ കാര്യം എടുത്തു. ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു പോയോ എന്ന് എനിക്കറിയില്ല. റബ്ബർ കർഷകർക്ക് ഇവിടെ 260 രൂപ കിലോയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞ സർക്കാർ ഒരു നയമാറ്റം വരുത്തി. ഏതാ? 20% ഇറക്കുമതി ചുങ്കം ഉണ്ടായിരുന്നത് 7.5% കുറച്ചു. അതായത് സർക്കാരിന് 100 രൂപയുടെ ഇറക്കുമതി ചെയ്യുമ്പോൾ 20 രൂപ കൊടുക്കുന്നതിന് പകരം 7.5 കൊടുത്താൽ മതി. അതുകൊണ്ട് ഗുണം കിട്ടിയതാർക്കാ? ചില മുതലാളിമാർക്ക് കിട്ടി. പക്ഷേ നഷ്ടം വന്ന ആർക്കാ? ഇവിടെ റബ്ബർ മുഴുവൻ ഇറക്കുമതി ചെയ്ത് 260 എന്നുള്ളത് താഴ്ന്ന് 100 വരെ എത്തി. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഗവൺമെന്റ് വന്നത്. ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഞങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു ഇത് വലിയ ഒരു മാറ്റം വരുത്തിയേ പറ്റൂ. ഉടനെ ചെയ്തത് എന്താ? ഇറക്കുമതി ചുങ്കം കൂട്ടിയത് എത്രയാ? 20 വരെയല്ല, മാക്സിമം കൂട്ടാവുന്നത് 25 വരെയാ. 25 വരെ കൂട്ടി. അതുപോലെ വിവിധ വേറെ മാർഗങ്ങളും ഉണ്ടാക്കി. ഇറക്കുമതി ഒരു പോർട്ടിൽ കൂടി മാത്രമാക്കി. ഞാൻ പറഞ്ഞു ഇങ്ങനെ പലതും മാറ്റിയപ്പോൾ അതിന് ചില വ്യത്യാസങ്ങൾ വന്നു. പക്ഷെ അപ്പോഴേക്കും വിദേശ വില താഴ്ന്നു പോയതുകൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് വിദേശ വില താഴ്ന്നു പോയതുകൊണ്ട് റബ്ബർ കർഷകർക്ക് ഇതുകൊണ്ടൊന്നും പൂർണ്ണമായിട്ട് പ്രയോജനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനിയും ചില മാറ്റങ്ങൾ വേണം. അതിന് റബ്ബർ സംബന്ധിച്ച് ഒരു പോളിസി ഉണ്ടാകട്ടെ. ആ പോളിസിയിൽ ചില ആവശ്യങ്ങൾ ഞങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്, വരും എന്നാണ് പ്രതീക്ഷ. ഞാൻ ഒരെണ്ണത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എല്ലാ വിളവുകളെ സംബന്ധിച്ചും ഇതുപോലെ
ചില ആനുകൂല്യങ്ങൾ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ വരേണ്ട കാര്യമില്ല. പക്ഷേ അതിന് തുക അനുവദിക്കണം. ഇത്തവണ തുക അനുവദിച്ചിരിക്കുന്നത് എത്രയാണെന്ന് നോക്കൂ. കൃഷിക്ക് വൻപിച്ച തുക കൂടുതലായിട്ട് അനുവദിച്ചിട്ടുണ്ട്. മാത്രമല്ല മത്സ്യ മേഖലയ്ക്ക് പ്രത്യേകമായ മന്ത്രാലയം വരുന്നുണ്ട്. അപ്പോൾ അത് മാറുകയാണ്. കൃഷിക്ക് തന്നെയായിട്ടാണ് ഇത്രയും. പിന്നെ മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടി ആനിമൽ ഹസ്ബൻഡറി അതിന് തന്നെ വേറെ ആക്കിയിരിക്കുക. അപ്പൊ ഇത് വൻപിച്ച പ്രയോജനം കിട്ടത്തക്ക ചില മാർഗങ്ങൾ ഉണ്ടായിരിക്കുന്നത് കൃഷിക്കാരന് ആശ്വാസം. അനിമൽ ഹസ്ബൻഡറിക്ക് 750 കോടി രൂപ. താങ്കൾ കുറച്ചുകൂടി തെളിച്ചത്തിൽ പറഞ്ഞത് കന്നുകാലി സംരക്ഷണത്തിനാണ് 750 കോടി രൂപ. രാജ്യത്ത് 12 കോടി കന്നുകാലികളുണ്ട്. ഒരു കന്നുകാലിക്ക് ഏതാണ്ട് 60 രൂപ വെച്ചാണ് സർക്കാർ അക്കാര്യത്തിൽ അനുവദിച്ചിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കണം. ഞാൻ വരാം. ശ്രീ കെ എൻ ഹരിലാൽ, ബിജു താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ കെ എൻ ഹരിലാൽ, ഇപ്പോൾ അതിനകത്ത് പറയുന്ന മറ്റൊന്ന് ഈ ആദായ നികുതിയുടെ കാര്യമാണല്ലോ. ആദായ നികുതി 6 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ആദായ നികുതി കൊടുക്കേണ്ടി വരില്ല എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷെ അതിനകത്തുള്ള സങ്കീർണത നമുക്കിപ്പോൾ ഏറ്റവും അവസാനം ബോധ്യപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഏതാണ്ട് 3 കോടിയോളം ആളുകൾ ഉണ്ടാവും. അതിൻ്റെ കുടുംബക്കാരെല്ലാം ചേർത്തൊരു 10 കോടിയോളം ആളുകൾ ഒരു ടാർഗറ്റ് വരികയാണ് അവിടെ. നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ 2000 രൂപ അക്കൗണ്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിന് അനുകൂലമായ ഒരു പ്രചാരണവും ആംബിയൻസും ഉണ്ടാക്കാൻ ഒരുപക്ഷെ അതിന് കഴിഞ്ഞേക്കുമെന്ന്. അത് ഈ ആദായ നികുതിയുടെ കാര്യത്തിൽ മിഡിൽ ക്ലാസ്സിലും പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു തന്ത്രമാണോ അത്? ഞാൻ ഈ കൃഷിക്കാരുടെ കാര്യം പറഞ്ഞത് നിഷാദ് തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. ഈ 2000 കോടി രൂപ കൃഷിക്കാരുടെ അക്കൗണ്ടിലേക്ക് 2 ഹെക്ടർ താഴെയുള്ള കൃഷിക്കാരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർക്കാകെ വലിയ തെറ്റിദ്ധാരണ ഉണ്ടായി ഈ സർക്കാരിന് അനുകൂലമായി ചിന്തിക്കും എന്നുള്ള ഒരു ധാരണയും എനിക്കില്ല. അത് പൂർണ്ണമായിട്ട് തെറ്റാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത് 5 വർഷക്കാലം കൃഷിക്കാരെ മറന്ന, കൃഷിക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്ന ഗവൺമെൻറ് കൃഷിക്കാരുടെ ആത്മഹത്യ തുടർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ 2000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ഒന്നും ചിന്താഗതി മാറാൻ പോകുന്നില്ല. പക്ഷേ ഗവൺമെൻറ് ഈ വരാൻ പോകുന്ന പദ്ധതി ഈ അടുത്ത മാസം തന്നെ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് 2000 രൂപ ചിലരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് ഈ വരുമാന നികുതിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വരുമാന നികുതിയുടെ സ്ലാബുകൾക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ കാര്യമായിട്ടുള്ളൊരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ടാക്സ് എക്സ്പേർട്സിൻ്റെ കാര്യത്തിൽ പോലും നിലനിൽക്കുന്നത്. അതിൻ്റെ ഫൈൻ പ്രിൻ്റ് വ്യക്തമായി കഴിയുമ്പോഴേ കൃത്യമായിട്ടൊരു ചിത്രം നമുക്ക് കിട്ടും. ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ആശാവഹമായിട്ടുള്ള ഒരു സ്ഥിതിയല്ല നികുതിദായകരെ സംബന്ധിച്ചിടത്തോളം ലോവർ സ്ലാബുകളിൽ ഉണ്ടാവുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. പക്ഷേ എന്തായാലും അതിൽ ചില മെച്ചം നികുതിദായകർക്കുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മാസം മുമ്പ് അവതരിപ്പിക്കുന്ന ഇടക്കാല ബജറ്റിൽ വരേണ്ട കാര്യങ്ങളല്ല. അങ്ങനെ അവസാന നിമിഷം പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന് കരുതുന്നതിൽ വലിയ അർത്ഥമില്ല. ഒപ്പം ഈ ചർച്ചയിൽ എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഈ കൃഷി രംഗത്ത് അല്ലെങ്കിൽ ഗ്രാമീണ രംഗത്തുള്ള ഇന്ത്യൻ സമ്പദ്ഘടനയിലെ ദുരിതത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും BJP ഗവൺമെൻറ്റിൻ്റെ മുകളിൽ മാത്രം നമുക്ക് ചാർത്താൻ കഴിയില്ല. അവിടെ നമ്മുടെ UPA ഗവൺമെൻറ്റുണ്ട്, മൻമോഹൻ സിംഗിൻ്റെയും ചിദംബരത്തിൻ്റെയും നയങ്ങളുണ്ട്. അവർ പിന്തുടർന്ന അതേ നയങ്ങൾ തന്നെയാണ് ഈ സർക്കാരും പിന്തുടരുന്നത്. നമ്മുടെ നാട്ടിലെ കൃഷിയെ നശിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ PC തോമസ് അവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ റബ്ബറിൻ്റെ മേഖലയിലുള്ള ദുരിതത്തിൻ്റെ കാരണം എന്താണ്? റബ്ബറിൻ്റെയും കേരളത്തിലെ തോട്ടവിളകളുടെയും എല്ലാം വില ഇതേ രീതിയിൽ തകർന്നടിച്ചതിൻ്റെ കാരണം WTO കരാറും പിന്നീട് ഇന്ത്യ ASEAN കരാറും ഇന്ത്യ ശ്രീലങ്ക കരാറുമാണെന്ന് നമുക്കറിയാം. അതെല്ലാം വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ അതിനെതിരായിട്ട് ശബ്ദം ഉയർത്തിയിരുന്നതാണ്. പക്ഷേ അതെല്ലാം വകവെക്കാതെ കൃഷിക്കാരെ നശിപ്പിക്കുന്ന നയങ്ങളാണ് യഥാർത്ഥത്തിൽ നേരത്തെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ ഉത്തരവാദിത്തമുള്ള നയങ്ങളുടെ ഉപോൽപ്പന്നമാണ് ഈ ദുരിതമെന്നാണ് താങ്കൾ പറയുന്നത്. PK ബിജു, ഇപ്പം ഈ നരേന്ദ്രമോദി ഒരു വികസന നവോത്ഥാന നായകനാക്കി ഉയർത്തുന്നതിൽ നിർണായക പങ്കാളിത്തം വഹിച്ച ഇന്ത്യയിലെ മധ്യവർഗമാണ് എന്ന് നമുക്കറിയാം. അതിൽ തന്നെ സാലറി ക്ലാസ്സിന് പ്രത്യേകമായ ആ പങ്കാളിത്തം അതിലുണ്ടായിരുന്നു എന്നതിൽ തർക്കമില്ലല്ലോ. അവർക്കൊരു വിപ്രതിപത്തി ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ നമുക്കറിയാം. കാരണം സർക്കാരിൻ്റെ പെർഫോമൻസ് അത്ര മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല.
ഇതിപ്പോൾ സ്വന്തം ജീവിത സാഹചര്യങ്ങളും സ്വന്തം കുടുംബവും ഒക്കെ മാത്രം നോക്കി നിൽക്കുന്ന ചുരുങ്ങിയ ഒരു ആംബിയൻസിനകത്ത്, ഒരു ആവാസ വ്യവസ്ഥയ്ക്കകത്ത് മുന്നോട്ട് പോകുന്ന മിഡിൽ ക്ലാസ്സുകാരെ സംബന്ധിച്ചോളം അവർക്ക് വ്യക്തിപരമായി സന്തോഷിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ ഏറ്റവും അവസാനം ചെയ്തു കൊടുക്കുകയാണ് ബജറ്റിൽ. അവർക്ക് ചിരിക്കാനുള്ള വക അതിലുണ്ട്. ഗുണമുണ്ടാകുന്ന ഹരിലാൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക്, അതൊരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകളാണെങ്കിൽ കൂടി സർക്കാരിന് അതിനെ ഒരു അവസാന ഘട്ടത്തിലൊരു വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജിക്കായ ഒരു നീക്കം നിലയ്ക്ക് നമുക്ക് വിലയിരുത്തണമല്ലോ. അതും എല്ലാവരും തിരിച്ചറിയും. സർക്കാരിൻ്റെ തെറ്റിദ്ധാരണ എന്ന നിലയ്ക്ക് കാണാൻ കഴിയുമോ? മിഡിൽ ക്ലാസ്സിനകത്ത് പല സ്ട്രാറ്റജികളും പ്രവർത്തിക്കുന്നത് സവിശേഷമായ തരത്തിലല്ലേ? ശ്രീ നിഷാദ്, ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്രീ ഡോക്ടർ ഹരിലാൽ ഇവിടെ പറഞ്ഞൊരു കാര്യം, പേഴ്സണൽ ഇൻകം ടാക്സിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രചരണമാണ് തുടക്കത്തിൽ BJP നടത്തിയത്. യഥാർത്ഥത്തിൽ 2.5 ലക്ഷം കഴിഞ്ഞാൽ പേഴ്സണൽ ഇൻകം ടാക്സ് കൊടുക്കണം. ആകെ ഒരു ഇൻകം ടാക്സ് റിബേറ്റ് മാത്രമാണ് ഈ ഗവൺമെന്റ് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഏത് സമയം അവസാനിക്കാം, പിന്നെ അത് എത്രമാത്രം എഫക്റ്റീവ് ആകും എന്ന് കണ്ടറിയണം. അതൊന്ന്. രണ്ട്, ശ്രീ PC തോമസിനെ പോലെ പാർലമെന്റിൽ റബ്ബർ ഷീറ്റ് കൊണ്ട് സമരം നടത്തിയിട്ടുള്ള ഒരാള് ഈ റബ്ബറിന്റെ മേഖലയിൽ ഈ ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് ചെയ്തതിനെ കുറിച്ച് വാചാലമാകത് കണ്ടത് എനിക്ക് അത്ഭുതം തോന്നി. ഒരു പോർട്ടിൽ മാത്രമാണ് ഇപ്പൊ ഇറക്കുമതി ഉള്ളത് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. എന്ത് അബദ്ധമാണ് പറയുന്നത്? റബ്ബർ മേഖല പൂർണ്ണമായും തകർത്തില്ലേ ഗവൺമെന്റ്? കേരളം, നമ്മുടെ സംസ്ഥാനം രാജ്യത്ത് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദി, ഏതാണ്ട് 93-94% റബ്ബർ, നാച്ചുറൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലാണ്. ആ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് റബ്ബർ, സ്വാഭാവിക റബ്ബർ എത്രമാത്രം വേണമെങ്കിലും ഇറക്കുമതി ചെയ്ത് സൂക്ഷിക്കാനുള്ള അവകാശവും ഇന്ന് കമ്പനികൾക്ക് ഇട്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ ശ്രീ നിർമ്മല സീതാരാമൻ മന്ത്രിയായിരുന്നപ്പോഴും ഇപ്പൊ സുരേഷ് പിന്നെ അതിന് ചുമതലയേൽക്കുന്ന സമയത്തും എല്ലാം ഞങ്ങളത് പലപ്പോഴും സംസാരിക്കാൻ പോയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ സമീപനം ക്ലിയർ ആണ്. രാജ്യത്തെ വ്യവസായികൾ പറയുന്നതനുസരിച്ച് അവർക്ക് ഏത് തരത്തിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള സഹായം ചെയ്തു കൊടുക്കുമെന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അവർക്കെല്ലാം ഈ 3 രൂപ കേരളത്തിലെ 2.5 ഹെക്ടറിൽ താഴെയുള്ള റബ്ബർ കൃഷിക്കാർക്ക് കൊടുക്കുന്നത് അവർക്ക് എത്ര ആശ്വാസകരമാകും എന്നാണ് ശ്രീ PC തോമസ് ഉദ്ദേശിക്കുന്നത്? ഇത് രാജ്യത്തെ എല്ലാവരുടെയും സ്ഥിതി അതാണ്. അപ്പൊ ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്കില്ല. 2014 മോദി പറഞ്ഞിരുന്നത് വികസനത്തെ കുറിച്ചായിരുന്നു, ബുള്ളറ്റ് ട്രെയിനുകളെ കുറിച്ചായിരുന്നു, സ്മാർട്ട് സിറ്റികളെ കുറിച്ചായിരുന്നു. എവിടെ പോയതൊക്കെ? അതെല്ലാം അവസാനിപ്പിച്ച് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞത് പലതും ഇപ്പോൾ പറയുന്നില്ല എന്നത് പ്രധാനമാണ്. ശ്രീ PC തോമസ് വളരെ പ്രധാനപ്പെട്ട ഫിനാൻസ് ഡോക്യുമെന്റ് ഇന്നിപ്പോ സഭയിൽ അവതരിപ്പിക്കുകയാണല്ലോ. ബിജു പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പറയുന്നില്ല, വേറെ ചിലതിലേക്ക് ഊന്നുകയാണെന്ന്. അതായത് നരേന്ദ്രമോദി ഒരു അദ്ദേഹത്തിന്റെ ഒരു സാമ്പത്തിക സമീപനം എന്തായിരുന്നു, അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് സത്യത്തിൽ ഇപ്പോൾ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ആ സാധനം കൊണ്ട് കാര്യമായ ഫലം ഉണ്ടാവാൻ പോകുന്നില്ല ഗ്രൗണ്ടിലെന്ന്. ഇന്നത്തെ ബജറ്റിൽ ഇപ്പോൾ ഈ നോട്ട് നിരോധനം എന്ന വിപ്ലവ പ്രവർത്തനത്തെക്കുറിച്ചൊരു അക്ഷരം അറിയുന്നില്ല എന്നുകൂടി ശ്രദ്ധിക്കണം. സ്കിൽ ഇന്ത്യയെക്കുറിച്ച് കാര്യമായൊന്നും പറയുന്നില്ല. തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ച്, തൊഴിലവസരത്തിൻ്റെ മുന്നേറ്റങ്ങളെക്കുറിച്ച്, സൃഷ്ടിക്കാൻ പോകുന്ന കോടിക്കണക്കായ തൊഴിലിനെക്കുറിച്ചും ഒന്നും മിണ്ടുന്നില്ല. പ്രധാനപ്പെട്ട നിങ്ങളുടെ മുദ്രാവാക്യങ്ങളും വാഗ്ദാനങ്ങളുമായിരുന്നു. അതേക്കുറിച്ചൊക്കെ തന്ത്രപരമായ മൗനം പാലിക്കുന്നു ഈ അവസാനത്തെ ബജറ്റ്. കാരണം അതേക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പോയാൽ പൊതുമധ്യത്തിൽ തുണിയൊരിക്കപ്പെടുന്ന നില ഉണ്ടാകുമെന്ന് സർക്കാരിന് ഭയമുണ്ട് എന്ന് വിചാരിക്കണം. ഇറക്കുമതി ചുങ്കത്തെ പറ്റി മാത്രം അദ്ദേഹം പറഞ്ഞ നിർത്തിക്കളഞ്ഞ എന്താണ്? ഇറക്കുമതി ചുങ്കം 7% കഴിഞ്ഞപ്പോൾ അന്നും നമ്മളൊക്കെ പോയി പരാതിപ്പെട്ടതല്ലേ? ആരെങ്കിലും മാറ്റിയോ? ഇല്ല. അത് കഴിഞ്ഞ് പുതിയ ഗവൺമെന്റ് വന്നു, ഇറക്കുമതി ചുങ്കം മാക്സിമത്തെ കൂട്ടണമെന്ന് പറഞ്ഞു. 20 വരെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതിനേക്കാൾ കൂട്ടിയത് 25 വരെ കൂട്ടത്തുള്ളൂ. അത് കൂടുതൽ WTO എഗ്രിമെന്റ് അനുസരിച്ച് പറ്റത്തില്ല. അപ്പൊ അത്രയും കൂട്ടി. പക്ഷേ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചത്ര ഗുണം പിന്നെയും ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് നടപടി വേണം. പിന്നെ മറ്റേ കാര്യങ്ങളിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളൊന്നും ശാസ്ത്രീയമല്ലേ? ഇതിനകത്ത് എന്താ അശാസ്ത്രീയത? ഈ ഒരു സ്കീം ഒന്ന് പ്രഖ്യാപിച്ചാൽ ഉടനെ അത് അവസാന നിമിഷമായി പോയി എന്നുള്ളതാണോ ഏറ്റവും വലിയ പ്രശ്നം? അതൊരു പുതിയ പദ്ധതിയല്ലേ? പുതിയ പദ്ധതി ഏറ്റവും അവസാന നിമിഷമാണെങ്കിലും അത് പ്രഖ്യാപിച്ചാൽ അത് ഗുണമാണെങ്കിൽ അത് പ്രയോജനമല്ലേ എടുക്കേണ്ടത്? ഇനി വേണമെങ്കിൽ അത് കൂട്ടണമെന്ന് ആവശ്യപ്പെടണം. അതല്ലേ ചെയ്യുന്നത്? പാർലമെന്റിലും മറ്റു മേഖലയിലും ഒക്കെ ജനപ്രതിനിധികളല്ലേ പോകുന്നത്. അവർ പറയും ഇത് പോരാ, കൂടുതൽ വേണം എന്ന് പറയും. അതല്ലാതെ ഇത്രയും കിട്ടിയതുകൊണ്ട് എല്ലാമായി എന്നൊന്നും ആരും പറയുന്നില്ല. ഇതൊരു മാറ്റമാണ്.
ഒരു മാറ്റം സംഭവിക്കട്ടെ. ഇത് ഓക്കെ, ഇതുവരെ ഞാൻ ഇല്ലായിരുന്നല്ലോ. ചോദിച്ചത് നേരത്തെ അതുകൊണ്ട് നേരത്തെ ആദ്യമായി തന്നെ ഇപ്പൊ ഈ ചെയ്യുന്നവരെ സർക്കാരിനെ കുറിച്ച് കേട്ടുള്ള complete ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട എതിർക്കുന്നത് ആക്ഷേപങ്ങളിലും രാഷ്ട്രീയമാണ്. പരാതികളിലും അതാണ് പരാതികളിലൊന്ന് ഈ രാജ്യത്തിന്റെ വളർച്ചയെയും വീഴ്ചയെയും കുറിച്ചുള്ള ഒരുവിധ ഡേറ്റയും ലഭ്യമല്ലാത്ത ഒരു നാടായി സത്യത്തിൽ ഇത് മാറിയിട്ടുണ്ട്. ഒരു ആധികാരിക വിവരവും വെച്ച് ഒരു കാര്യവും പറയാൻ കഴിയാത്ത നിലയുണ്ട്. കാരണം എല്ലാം പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ഇപ്പോൾ തൊഴിലില്ലായ്മയെ സംബന്ധിച്ചുള്ള വിശദാംശം പറഞ്ഞ റിപ്പോർട്ട് പോലും പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകുന്നില്ല, സാമ്പിൾ സർവേയുടെ. അപ്പോൾ ഇത് ഇപ്പോൾ നോക്കൂ, അത് ഈ നോട്ട് നിരോധനം നടപ്പിലാക്കിയതിന് ശേഷമുള്ള സാഹചര്യം പഠിച്ചിട്ടാണ് കഴിഞ്ഞ 72-ലുണ്ടായിരുന്ന തൊഴിൽ ഇല്ലായ്മ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് 45 വർഷത്തിനിടയിലെ 6.1 എത്തിയിട്ടുള്ളത് എന്ന്. അപ്പോൾ സാമ്പത്തിക രംഗത്ത് വലിയ വിപ്ലവം സാധ്യമാക്കി എന്നൊക്കെ നിങ്ങൾ അവകാശപ്പെടുന്ന നോട്ട് നിരോധനം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് ഇന്നത്തെ ബജറ്റ് പ്രസംഗം കേട്ടാൽ മനസ്സിലാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതേക്കുറിച്ചോ അതുണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ചോ അത് ഇതുമാത്രം ഏതൊക്കെ മേഖലയെ ഗുണപരമായി വർദ്ധിച്ചു എന്നൊന്നും പറയുന്നില്ല പീയൂഷ് ഗോയൽ. അതല്ല, ഗുണകരമായി പറഞ്ഞതല്ലേ നമ്മൾ എടുത്തു പറഞ്ഞത്. ഇതൊന്നും ഗുണമല്ലേ? അപ്പോൾ എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടിയാലും ഗുണമല്ല. ആനുകൂല്യങ്ങൾ തന്നെയാണ്. ആനുകൂല്യങ്ങൾ വരട്ടെ, അത് കിട്ടട്ടെ, അത് വേണ്ട എന്നാരും പറയുന്നില്ല. 5 വർഷവും നല്ല ആനുകൂല്യങ്ങൾ കിട്ടിയ ശേഷമാണോ PC തോമസ് ഈ ആളുകൾ ഈ കഴുത്തിൽ തലയൊട്ടിയും കെട്ടിത്തൂക്കി ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നത്? 10 ലക്ഷം പേർക്ക് 10 ലക്ഷം പേർക്ക് ഇൻഷുറൻസ് കിട്ടി. അത് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ. 10 ലക്ഷം പേർക്ക് ഇൻഷുറൻസ് കിട്ടിയാൽ അത് വെറും 4 മാസം എടുത്തോളല്ലോ. ഇനി അത് 400 പേർക്ക് കിട്ടുമല്ലോ, അല്ലെ 400 ലക്ഷം ആകുമല്ലോ, അല്ലെങ്കിൽ എത്രയോ കോടിയാകും. അപ്പൊ അതുകൊണ്ട് ഈ പദ്ധതികളെയൊക്കെ എതിർക്കുന്നത് വെറും സാങ്കേതികമായിട്ട് മാത്രമാകുമ്പോൾ അതാണ് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള ഭയപ്പാട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനകത്ത് വന്ന പദ്ധതികൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആ ചർച്ചയിൽ പുതിയ പദ്ധതികൾ ജനങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ. ആ പദ്ധതികൾ പ്രയോജനകരമല്ല എങ്കിൽ പോട്ടെ, പക്ഷെ പ്രയോജനകരമാണ് എങ്കിൽ അത് ജനങ്ങൾക്കത് ലഭ്യമാകാനായിട്ട് നോക്കണം. അത് വർദ്ധിപ്പിക്കണമെങ്കിൽ അത് അടുത്ത നടപടിയാണ്, അടുത്ത പടി അതും നോക്കാം. എത്രയോ കാര്യങ്ങൾ ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചത് നടപ്പായിരിക്കുന്നു, ഇല്ലേ? നടപ്പായ പദ്ധതികളെ കുറിച്ച് എന്താ മിണ്ടാത്തത്? അത് പലതും ബഡ്ജറ്റിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. നടപ്പായ പദ്ധതികൾ പലതുമുണ്ട്, അതിന്റെ പ്രയോജനം പലർക്കും കിട്ടിയിട്ടുണ്ട്. ആ പ്രയോജനം കൂടുതലായിട്ട് കിട്ടും. ഇന്ത്യ ഇന്ന് 6ാം സ്ഥാനത്ത് നമ്മുടെ വളർച്ചയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയുന്നുണ്ടോ? അത് ലോകരാജ്യങ്ങളുടെ കണക്കല്ലേ, നമ്മുടെ മാത്രം കണക്കല്ലല്ലോ. നമ്മൾ 462 നിന്നത് നേരെ 170 ഭാഗത്തേക്ക് വന്നു എന്ന് പറയുന്ന മറ്റൊരു ഭാഗത്ത് ഇതിനല്ല പ്രസിഡന്റിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അത് തെറ്റാണ് എങ്കിൽ കണക്കുകൾ വരട്ടെ. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ ഗുണം ചെയ്താലും അത് ആക്ഷേപിക്കുന്നത് അതാണ് തെരഞ്ഞെടുപ്പ്. ഹരിലാൽ അതിന് മറുപടി പറയാം. ഒന്നാമത്തെ കാര്യം, സർക്കാർ പറയുന്ന വളർച്ചാ നിരക്കിന്റെയും സാമ്പത്തിക സുസ്ഥിരതയുടെയും ദൃഢാരോഗ്യത്തിന്റെയും ഒക്കെ കണക്കുകളും അവകാശവാദങ്ങളും അങ്ങനെ വിശ്വസിക്കേണ്ടി വരും. കാരണം മറിച്ചൊന്നെങ്കിലും ഉന്നയിക്കാൻ ഏതെങ്കിലും ഒരു ഡേറ്റ അവൈലബിൾ അല്ല ഈ നാട്ടിൽ എന്ന പ്രശ്നമുണ്ട്. ഇത് ഒരു സീരിയസ് ആയ പ്രശ്നമായി നമ്മൾ ഈ ബജറ്റ് സമയത്ത് ഡിസ്കസ് ചെയ്യേണ്ട ഒന്നാണോ? കാരണം വളരെ ആധികാരികമായി എല്ലാ വർഷവും ഒരുപക്ഷെ കിട്ടിക്കൊണ്ടിരുന്ന പബ്ലിക് സ്പേസിൽ അവൈലബിൾ ആയിരുന്ന സാധനങ്ങളൊന്നും ഇപ്പോൾ കിട്ടാനില്ല. സർക്കാർ പറയുകയാണ് എല്ലാം നന്നായി പോകുന്നുവെന്ന്. അങ്ങനെ വിചാരിക്കേണ്ടി വരുന്ന ഒരു തലമുറയാണോ നമ്മുടേത്? തെറ്റായ കണക്കുകൾ വെച്ചാൽ ഇന്ത്യയിലെ മാധ്യമങ്ങളും ഇന്ത്യയിലെ പൊതുജന സമൂഹവും അത് അതേ രൂപത്തിൽ അങ്ങ് വിശ്വസിക്കുമെന്ന് തെറ്റിദ്ധരിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയിൽ ഈ ഇത്തരം സ്ഥിതിവിവര കണക്കുകളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും വിമർശിക്കാനും കഴിയുന്ന ഒരു അക്കാഡമിക് സമൂഹം നമുക്കുണ്ട്, നമുക്ക് മാധ്യമ സമൂഹമുണ്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിക് സർവേ വരാതിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം, അതുപോലെ തന്നെ NSSO ഇപ്പോൾ തൊഴിലില്ലായ്മ സംബന്ധിച്ച് പുറത്ത് കൊണ്ടുവന്ന കണക്കുകൾ പ്രസിദ്ധീകരിക്കാതിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പൗരസമൂഹം, ഒരു അക്കാഡമിക് സമൂഹം, ഒരു മാധ്യമ സമൂഹം ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് ഇന്ത്യൻ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെ ഈ ചർച്ചയിൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് സമൂഹം അവരുടെ A ടീമിനെയും B ടീമിനെയും വെച്ച് കളിക്കുകയാണ്. ഇപ്പോൾ B ടീമിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞു, A ടീം ചിദംബരത്തിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഇന്ത്യയിൽ കോർപ്പറേറ്റുകളുടെ സൗകര്യം വർദ്ധിക്കുന്നു, ശതകോടീശ്വരന്മാരുടെ സൗകര്യം വർദ്ധിക്കുന്നു, വരുമാനം മുഴുവൻ, സ്വത്ത് മുഴുവൻ ചിലരിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അതേസമയം
ഇന്ത്യയിലെ ഗ്രാമങ്ങൾ, ഇന്ത്യയിലെ കൃഷിക്കാർ വീണ്ടും വീണ്ടും കടത്തിലേക്ക് പോകുന്നു. അതിൽ റബ്ബർ കൃഷിക്കാർ മുതൽ ഈ വെളുത്തുള്ളിയും ജീരകവും ഗോതമ്പും ഒക്കെ കൃഷി ചെയ്യുന്ന ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന കൃഷിക്കാരും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലെ ചെറുകിട ഉൽപ്പാദകരും എല്ലാം വരും. ഇതാണ് ഇന്ത്യയുടെ ചിത്രം. അതുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ നിന്നൊരു വ്യത്യാസവും ഈ എ ടീം വന്നാലും ബി ടീം വന്നാലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനകത്തുനിന്നൊരു മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതാണ് ജനങ്ങൾ ഉന്നയിക്കേണ്ട ചോദ്യം. ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും ഇപ്പോൾ 10 ലക്ഷം കോടി രൂപ ബാങ്കുകളിൽ നിന്ന് കവർന്നു കൊണ്ടുപോയിരിക്കുന്നു. ഇവർക്കെതിരായിട്ട് എന്ത് നടപടികളാണ് ഉണ്ടാവുന്നത്? നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ആനുവൽ പ്ലാൻ എന്ന് പറയുന്നത് 30,000 കോടി രൂപ മാത്രമാണ്. 10 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് കിട്ടാക്കടമായിരിക്കുന്നത്. അതെല്ലാം ഒരു 10-30 കോർപ്പറേറ്റ് ഹൗസുകൾ കൊണ്ടുപോയതാണ്. ഇതൊന്നും നമ്മുടെ രാജ്യത്ത് ചർച്ചയാവുന്നില്ല. ഇത് എ ടീമും ബി ടീമും പരസ്പരം കളിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എക്സ്പോസ് ചെയ്യണം. ഈ നയങ്ങളിൽ നിന്ന് മാറാൻ ഇരു ടീമുകളും നിർബന്ധിക്കപ്പെടണം. ആ തരത്തിലുള്ള ഒരു പൊതുജനാഭിപ്രായം ഉണ്ടായി വരണം എന്നുള്ളതാണ്. അതാണ് അപ്പോൾ ശരിയായ നയരൂപീകരണത്തിലേക്ക് എല്ലാ കക്ഷികളും വരും വിധമുള്ള പൊതുജനാഭിപ്രായം രൂപീകരിക്കപ്പെടണം. ബിജു, ഇവിടെ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ അതൃപ്തിയുള്ള വലിയ വിഭാഗം ആളുകൾ ഈ നാട്ടിലുണ്ട്. ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഈ പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ ചെയ്തതിൽ തന്നെ സർക്കാർ താഴെ പോകുന്ന ആത്മവിശ്വാസമൊക്കെയാണ് നിങ്ങൾ പങ്കുവെക്കുന്നത്. പക്ഷേ അങ്ങനെ അങ്ങ് വെറുതെ പോകുമെന്ന് വിചാരിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന എല്ലാ അഭിപ്രായ സർവേകളിലും പ്രതിപക്ഷത്തിന് വലിയ മുൻതൂക്കം അവകാശപ്പെടുന്നുമില്ല. അവർക്ക് തന്നെ വീണ്ടും ഭരിക്കാൻ കഴിയും, NDA BJP വലിയ ഒറ്റക്കക്ഷിയാകുമെന്നൊക്കെയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ സാഹചര്യം എടുത്തു നോക്കിയാൽ ബജറ്റിൽ ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കർഷകരെയും തൊഴിലാളികളെയും ടാക്സ് പേയേഴ്സിനെയും നികുതിദായകരെയും ഒക്കെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്കറിയില്ല. തീരെ പ്രവർത്തിക്കില്ല എന്ന് നമുക്കിപ്പോൾ കണ്ണടച്ച് വിചാരിക്കാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ കയ്യിലുള്ളത് മിനിമം വേതനം എല്ലാവർക്കും ഉറപ്പാക്കും പോലെയുള്ള ഒരു അപ്രതീക്ഷിതമായ ഒരു വാഗ്ദാനമാണ്. അത് മതിയോ ഇതുമായി ഏറ്റുമുട്ടാൻ? അതോ അതിനപ്പുറത്തേക്കുള്ള കുറച്ചുകൂടി സൃഷ്ടിപരമായ പ്രതിരോധം ഇതിനകത്ത് വേണമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ വരാം ബിജുവിനുമായി സാങ്കേതിക പ്രശ്നം. ശ്രീ ഹരിലാൽ, ഞാൻ ആ ചോദ്യം താങ്കളിലേക്ക് മുൻപിലേക്ക് വെക്കുകയാണ്. വളരെ സൃഷ്ടിപരമായ ഒരു 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 ഡിഫൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു മറുവഴി ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വോട്ടേഴ്സിന് ഈ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ മതിയോ അതോ അത് പരിമിതമാണോ? യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ BJPക്ക് ബദലായിട്ടുള്ളൊരു സാമ്പത്തിക നയം തന്നെ അവതരിപ്പിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ. ഇപ്പോൾ UPയിലെ പ്രതിപക്ഷ അലയൻസ്, ബീഹാറിലെ പ്രതിപക്ഷ അലയൻസ്, അതുപോലെ തന്നെ ഒറീസ, മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിരോധം BJPക്ക് എതിർക്കുന്നുണ്ട്. അവരുമായി ചേർന്ന് വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു ബദൽ നയം സാമ്പത്തിക രംഗത്ത് മുന്നോട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നയമല്ല കോൺഗ്രസ് സാമ്പത്തിക രംഗത്ത് മുന്നോട്ട് വെക്കുന്നത്. ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്, വർഗീയതയുടെ കാര്യത്തിലാണ്. അതൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക നയങ്ങളുടെ മേഖലയിൽ എക്കണോമിക് പോളിസീസിൻ്റെ കാര്യത്തിൽ രണ്ട് മുന്നണികളും ഒരേ ബോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. UPA ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ അഴിമതി, UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൃഷിക്കെതിരായിട്ട് ഉണ്ടായ നീക്കങ്ങൾ, അതുമൂലം കൃഷിക്കാർക്കും ഗ്രാമീണർക്കും ഉണ്ടായ ദുരിതം, അതാണ് യഥാർത്ഥത്തിൽ ഈ BJP മുന്നണിയെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. BJP അധികാരത്തിലേക്ക് കൊണ്ടുവന്ന നയങ്ങൾ അത് തന്നെ ഏറെക്കുറെ വലിയ വ്യത്യാസമില്ലാതെ കുറച്ചുകൂടി ഇൻറ്റൻസീവായിട്ട് BJP NDA ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോയി. അതിനൊരു ബദൽ എന്നുള്ള നിലയിൽ വ്യത്യസ്തമായ നയം രൂപീകരിച്ച് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ഇപ്പോഴും കോൺഗ്രസ് തയ്യാറാവുന്നില്ല. കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും നയങ്ങളിലേക്ക് പോലും തിരിച്ചു പോകാൻ തയ്യാറല്ല. ബാങ്ക് നാഷണലൈസേഷൻ കൊണ്ടുവന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പക്ഷേ അവിടെ നിന്ന് പോയി ചിദംബരത്തിൻ്റെയും മൻമോഹൻ സിംഗിൻ്റെയും നയത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴും കോൺഗ്രസും
അതുപോലെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന മറ്റ് കക്ഷികളും. യഥാർത്ഥത്തിൽ വേണ്ടത് പ്രതിപക്ഷ പാർട്ടികൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി ജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ BJP-ക്കെതിരായിട്ടുള്ള ശരിയായ ഒരു ബദൽ സാധ്യമാകൂ എന്നാണ്. പി കെ ബിജു, താങ്കൾ ഈ ബജറ്റിനെ കേരളത്തിലെ ഒരു MP എന്ന നിലയ്ക്ക് കൂടി നോക്കിക്കാണൂ. നമുക്ക് ഈ ബജറ്റിൽ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്? BJP ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് അവർക്ക് ഇവിടെ ചില പ്രതീക്ഷകൾ കൂടി ബാക്കിയുണ്ടെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. അതിനെ ഫോക്കസ് ചെയ്തിട്ടെങ്കിലും കേരളത്തിന് എന്തെങ്കിലും സവിശേഷമായി തന്നിട്ടുണ്ടോ? കേരളത്തെ എങ്ങനെയാണ് ഈ ബജറ്റ് സമീപിച്ചത്? നിഷാദ്, കേരളത്തോട് പൂർണ്ണമായിട്ടുള്ള ഒരു തള്ളിക്കളയിലാണ് ഈ ബഡ്ജറ്റ് ഉണ്ടായിട്ടുള്ളത്. കേരളം വലിയൊരു പ്രളയത്തെ അഭിമുഖീകരിച്ച് കേന്ദ്ര സഹായം ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ട സന്ദർഭമാണ്. അത് ധനകാര്യമന്ത്രിയോടും അതുപോലെ ആഭ്യന്തരമന്ത്രിയോടും എല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളായും ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിനോട് മുഖം തിരിഞ്ഞ് സമീപനം സ്വീകരിക്കുക. എയിംസ് പോലെ കേരളത്തിന് നേരത്തെ അനുവദിക്കപ്പെട്ടതുപോലും സ്ഥാപിച്ച് നൽകുന്നതിന് വേണ്ടി സന്നദ്ധമാകുന്നില്ല. വലിയ നിരാശയാണ് കേരളത്തെ സംബന്ധിച്ച് ഈ ബഡ്ജറ്റ് വെച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ശ്രീ PC തോമസ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, രാജ്യം വലിയ സാമ്പത്തികമായി വളരുകയാണ് എന്ന പ്രചരണമാണ് BJP-ക്കാർ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ധനകാര്യം മന്ത്രി തന്നെ പുറത്തുവിട്ട കിടക്കുന്ന 82 ലക്ഷം കോടിയായി നമ്മുടെ ആഭ്യന്തര കടം വർദ്ധിച്ചു. 5 വർഷം കൊണ്ട് 50% ആഭ്യന്തര കടം വർദ്ധിച്ച രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ്. അപ്പം രാജ്യത്തിന്റെ ധനസ്ഥിതി ഡോക്ടർ ഹരിലാലിവിടെ പറഞ്ഞ പോലെ 10 ലക്ഷം NPA കിട്ടാറുണ്ട്. വിവിധ ആളുകൾ കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ്. അത് സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്നും ഈടാക്കുകയാണ്. ബഡ്ജറ്റിൽ തന്നെ 7.15 ലക്ഷം കോടി രൂപയാണ് ബാങ്ക് സ്റ്റെബിലൈസേഷൻ ഫണ്ടായി ഈ ബാങ്കുകൾ തകർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി രാജ്യം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയമല്യയും നീരവ് മോദിയും മെഹുൽ ചോസ്കിയും എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത് സാധാരണ ജനങ്ങളുടെ പോക്കറ്റിൽ പിഴിയാണ്. ഇപ്പൊ PC തോമസോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥമാണ് കൃഷിക്കാരോടുള്ളത്? നിങ്ങൾ കോർപ്പറേറ്റുകളുടെ കടം 5 ലക്ഷം കോടിയോളം എഴുതിത്തള്ളി. അവർക്ക് കൃഷിക്കാരന്റെ വായ്പയെ അവരെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ സഹായിക്കാൻ വായ്പ കുറെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കൊടുത്ത് സഹായിക്കാനുള്ള നടപടിയില്ല. 3 രൂപ കൊടുത്താൽ എങ്ങനെയാണ് രാജ്യത്തെ കൃഷിക്കാർ രക്ഷപ്പെടുക? അപ്പൊ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമില്ലാത്ത ഒരു പ്രഖ്യാപനം. ഇവിടെ അസംഘടിത മേഖലയിലുള്ള ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ 100 രൂപ തന്റെ വരുമാനത്തിൽ ഇട്ടാൽ 3000 രൂപ പെൻഷൻ കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്ത് അസംബന്ധമാണ്, എന്ത് പദ്ധതിയാണ്? അശാസ്ത്രീയവും ആത്മാർത്ഥതയും ഇല്ലാത്ത പദ്ധതികളാണ് ഏറ്റവും അവസാനമായി സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ശരിയായ സമയത്ത് ശരിയായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണ് ബിജു വിമർശിക്കുന്നത്. അവസാനമായി PC തോമസ് ഇതിൽ നേരത്തെ ബിജു പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ്, കേരളത്തിന് എന്ത് കിട്ടിയെന്നുള്ളതാണല്ലോ. കേരളം പോട്ടെ, സാധാരണ നിലയിൽ ഇപ്പോൾ അവഗണനയുടെ കഥ എല്ലാ കാലത്തും പറയാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമാണ് കേന്ദ്ര ബജറ്റ് വരുമ്പോൾ, നമുക്ക് വിട്ടുകളയാം. പക്ഷേ നമ്മളൊരു സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. പ്രളയാനന്തര കേരളമാണിത്. നമ്മളതിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടിയില്ല എന്ന നിരാശ താങ്കൾക്കുണ്ടോ? രൂപ എക്സെപ്റ്റ് ചെയ്ത് 2.5 ലക്ഷം രൂപ വരെ ഉണ്ടായിരുന്നത് 5 ലക്ഷം വരെ കൂട്ടിയതിൽ കേരളത്തിലുള്ള ഒരുപാട് പേർക്ക് പ്രയോജനമുണ്ട്. അതുപോലെ പുതിയ പദ്ധതി എല്ലാവർക്കും പ്രയോജനമുള്ളതാണ്. കേരളത്തിലുള്ളവർക്ക് വളരെ പ്രയോജനമുള്ളതാണ്. ഈ കേരളത്തിലുള്ളവർക്ക് പ്രയോജനമില്ല എന്ന രീതിയിൽ ഒരു പ്രയോജനം ഒരു കാരണവശാലും ഒരു ഭാരതീയന് നല്ലതല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രളയത്തിന്റെ കാര്യത്തിലുള്ള ഒരു സ്പെഷ്യൽ അറ്റൻഷനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ ഭാരതീയൻ എന്ന് പറയുമ്പോൾ പ്രഖ്യാപിക്കുന്ന പദ്ധതിയുടെ ആനുകൂല്യം ഈ നാട്ടിൽ മുഴുവൻ ആളുകൾക്കും കിട്ടുമെന്ന് തർക്കമില്ല. കേരളമാണ് പ്രളയം നേരിട്ടത്, നമുക്ക് ഒരു പ്രത്യേകമായ പരിഗണന ഉണ്ടായില്ല എന്നതാണ്. അത് 27 അതാ പറഞ്ഞ 1 മണിക്കൂറിൽ 27 കിലോമീറ്റർ വെച്ച് റോഡ് പണി നടക്കുന്നു. അതിന്റെ ഗുണം കേരളത്തിനില്ലേ? എത്ര കാലമായിട്ട് നടക്കാതിരിക്കുന്ന ബൈപ്പാസുകൾ നടക്കുന്നു. എത്ര കാലമായിട്ട് അനങ്ങാതെ കിടക്കുന്ന പദ്ധതികൾ അനങ്ങിയിരിക്കുന്നു. കേരളത്തിൽ ഒത്തിരി പ്രയോജനമുണ്ട്, ഇല്ലെന്ന് പറയത്തില്ല. നമ്മുടെ കേരളത്തിലെ MP-മാര് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുന്നുണ്ട് എന്നെനിക്കറിയാം. പിന്നെ ഈ 1,30,000 കോടി രൂപ കള്ളപ്പണം പിടിച്ചല്ലോ, ഇല്ലേ? അത് വെറുതെ അതെന്നാ മിണ്ടാതിരിക്കുന്നത്? അത് എത്ര പേര് പറഞ്ഞു കള്ളപ്പണം ഞങ്ങൾ പിടിക്കും എന്ന്? ആരെങ്കിലും പിടിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ വലിയ മാറ്റം വരുത്തിയത് കൊണ്ട് ജനങ്ങളെ ഉപദ്രവിക്കാതെ, ടാക്സ് കൂട്ടാതെ, ഇതാ ജനോപകാരപ്രദമായ ഒരുപാട് നടപടികൾ പറഞ്ഞിരിക്കുന്നു. ഈ നടപടിക്ക് എവിടുന്ന കാശ്? ആ കാശ് കിട്ടിയത് എങ്ങനെയാ? ആരുടെയും കയ്യിൽ പോയി ഇറന്നല്ലോ. പക്ഷേ ഇന്ത്യയിലുള്ള ജനങ്ങൾ ടാക്സ് കൊടുക്കാൻ തയ്യാറായി. ധനമന്ത്രി 3 പ്രാവശ്യം അവിടെ പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടു. ടാക്സ് പേ ചെയ്യുന്ന നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു
എന്തിനാ? കാരണം അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്താ? കുറഞ്ഞു പോയെങ്കിൽ കൂട്ടണം. അതിനല്ലേ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ പോകുന്നത്. കുറഞ്ഞുപോയി എന്ന് മാത്രമല്ല, ഇക്കാലം അത്രയും ശരിയായ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുകയും ഏറ്റവും അവസാനം വന്ന് വേണ്ടത്ര ഉപയോഗപ്രദമല്ലാത്ത ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലെ യുക്തിരാഹിത്യമാണ് ഈ ചർച്ച ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. നന്ദി ശ്രീ പി സി തോമസ്, താങ്കളുടെ വാദങ്ങൾ അവതരിപ്പിച്ചതിന്, നിലപാടുകൾ പങ്കുവച്ചതിനൊപ്പം ശ്രീ പി കെ ബിജു, സി കെ എൻ ഹരിലാൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത നിലപാടുകൾ അവതരിപ്പിച്ചതിന് നന്ദിയും. ഇടവേള.